നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പല സ്റ്റേജസിൽ അത് പലതരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ പോവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പേരൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കുട്ടികളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ബെറ്റർ പേരൻറ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു ബാഗേജ് വെച്ചുകൊണ്ട്? ഈ ഇമോഷണൽ ക്യൂസ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സ്ക്രീനിൽ നിന്ന് വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് സൈഡ് ഇഫക്റ്റ് ആണ്. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ എന്താ, അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് കുഞ്ഞിന് മനസ്സിലാവണമല്ലോ, അത് സംഭവിക്കുന്നില്ല അവിടെ. ആക്ച്വലി ഏത് തരം ചേഞ്ചും കുഞ്ഞുങ്ങളെ ബാധിക്കും. അത് പോസിറ്റീവ് ചേഞ്ച് ആണെങ്കിലും അതൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ സ്കൂൾ മാറ്റിക്കഴിഞ്ഞാൽ യെസ് ഇറ്റ് മാറ്റേഴ്സ്, ബിക്കോസ് ഡെയിലി നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ മൊത്തം വേൾഡ് പോയി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അവരറിയുന്ന ടീച്ചേഴ്സ് എല്ലാം മാറി. ഇപ്പോൾ വേറൊരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. ഇപ്പം വേറൊരാളുടെ ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ ദേഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളൊരു ബിലീഫ് എൻ്റെ കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ the same thing he or she will do it with her or his partners. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് മാത്രമല്ല പേരൻറ്റിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് എന്താണ് നിങ്ങൾ കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുന്നത്, വാട്ട് കൈൻഡ് ഓഫ് പേരൻറ്റ് ദറ്റ് യു വാണ്ട് ടു ബി. ഇപ്പോൾ ഒരു 4-5 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ നുണ പറയുന്നത് അവരുടെ പാർട്ട് ഓഫ് ഡെവലപ്മെൻ്റ് ആണത്. ഓക്കെ, അത് മോസ്റ്റ്ലി പിള്ളേരെ ചെയ്യുമ്പോൾ അതായത് നമ്മളത് മോറലി കണക്ട് ചെയ്യും. നുണ പറഞ്ഞ് ഈ കൊച്ചു വലുതാവുമ്പോഴേക്കും വലിയ നുണയനാവും. അതെ എന്ന്. പക്ഷെ നുണ പറയുക എന്നുള്ളത് നന്നായിട്ട് നുണ പറയുന്ന ഒരു സ്കില്ലല്ലേ. അതെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ എക്സ്പേർട്ട് ടോക്കിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഷീസ് എ വെരി ഡിയർ ഫ്രണ്ട്, ഡോക്ടർ ഇന്ദുലേഖ പോൾ. അപ്പം ഒരുപാട് ഇൻസൈറ്റ്സും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ നമ്മളിവിടെ പിടിച്ചുകൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. വെൽക്കം. താങ്ക് യു. നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് വർത്താനം പറയണം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ ആളൊരു സൈക്കോളജിസ്റ്റ് ആണ്. ഒരുപാട് ക്ലയൻസിനെ, പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികളുടെ കേസസും ഫാമിലി റിലേഷൻഷിപ്പ് ഇതിലൊക്കെ വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന പാഷനേറ്റ് ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ചൂഴ്ന്നെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അമ്മമാർ ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പല സ്റ്റേജസിൽ അത് പലതരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ പോവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ്, നമ്മുടെ ബാഗേജും വെച്ചുകൊണ്ടാണ് നമ്മൾ പേരൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കുട്ടികളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ബെറ്റർ പേരൻറ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു ബാഗേജ് വെച്ചുകൊണ്ട്? എല്ലാവർക്കും ബാഗേജ് ഉണ്ട്. പക്ഷെ ആ ബാഗേജ് നമ്മൾ ഇഫ് യു ആർ സോ കോൺഷ്യസ്, നമ്മൾ ഓക്കെ എല്ലാവരുടെയും ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റബേൺനെസ് എന്ന് വെച്ചാൽ എന്നെപ്പോലെ എൻ്റെ കുഞ്ഞാവരുത്, ഒരിക്കലും എൻ്റെ പോലെ എൻ്റെ കുഞ്ഞ്. നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോഴല്ലേ നമ്മൾ കുഞ്ഞുങ്ങൾ. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളടുത്ത് പറയാൻ പറ്റുമോ എന്നെപ്പോലെ നീ ഒരിക്കലും ആവരുതെന്ന്? നമ്മളായിട്ട്, അതായത് നമ്മളുടെ ഇംപെർഫെക്ഷൻസോടുകൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഇഫ് യു ഹാവ് എ ചൈൽഡ്ഹുഡ് ട്രോമ ഹിസ്റ്ററിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുക. പിന്നെ പേരൻറ്റിങ് ആയിട്ട്, അതായത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന പേരൻറ്റിങ്ങിൽ നിന്ന് നമുക്കിപ്പോൾ വേണ്ടാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. അത് പ്രോസസ്സ് ചെയ്യാനായിട്ടാണ് ഒന്നിലെ തെറപ്പി അല്ലെങ്കിൽ കോച്ചിങ് വിത്ത് ഗുഡ് കോച്ചസ് എന്നുള്ളതൊക്കെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ദർ ഇസ് ഓൾവേസ്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, parent the child in front of you, not what you see in reels, not what you see in books. Exactly. ഓക്കെ, ബിക്കോസ് നമ്മളെല്ലാവരും ഈ ബുക്ക് വായിച്ച് അല്ലെങ്കിൽ ബുക്ക് റീൽസ് കാണുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞ് എനിക്ക് കിട്ടേണ്ടത് എന്ന് പറയുമ്പോൾ സോ ദെയർ യു ഗെറ്റ് സ്റ്റക്ക് ദെയർ. അപ്പം ഞാനെപ്പോഴും പറയാം, അതാണ് മുമ്പിലുള്ള കുഞ്ഞിനെ അറിയാൻ ശ്രമിക്കുക, കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി, നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ പേരൻറ്റിങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പിന്നെ അല്ലെങ്കിൽ നമ്മളായിട്ടുള്ള ഡൈനമിക്സ് എന്താണ് എന്നുള്ളതൊക്കെ. കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റൽ നീഡ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അതാണ് ഏറ്റവും. ഇപ്പോൾ ഉള്ള പേരൻസും പ്രീവിയസ് ജനറേഷൻ ഞാൻ പറയുന്നില്ല, ബിക്കോസ് അവർക്ക് റിസോഴ്സസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എവറി പേരൻ്റ് അടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഡെവലപ്മെൻ്റലി എന്താണ് വേണ്ടത്, ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും അവർക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് എന്തായാലും ഒരു പേരൻറ്റ് മനസ്സിലാക്കിയിരിക്കണം. അത് പേരൻറ്റിങ് റെസ്പോൺസിബിലിറ്റിയാണത്. സോ അത് മനസ്സിലാക്കുമ്പോൾ 80% ഓഫ് ദ തിങ്സ് സോർട്ട് ഔട്ട് ആയിക്കഴിഞ്ഞു. പക്ഷേ ചാലഞ്ചസ് വരില്ല എന്നല്ല, വരും. 80% നമ്മൾ കുഞ്ഞിനെ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മളുടെ പേരൻറ്റിങ്ങിൽ കുറച്ച് ട്വീക്സ് കഴിയുമ്പോൾ തന്നെ സെറ്റിൽ ആയിക്കഴിഞ്ഞു.
അടുത്ത 20% എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് ബിഹേവിയേഴ്സ് വരുമ്പോഴാണ്. സോ നമ്മളൊരു കാര്യം എ എന്നൊരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിന് ബി എന്ന് മാത്രം എക്സ്പെക്ട് ചെയ്യരുത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന്. ഓരോ കുഞ്ഞും ഡിഫറെൻ്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. എൻ്റെ മൂത്ത കുഞ്ഞ് പോലെ അല്ല എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ഓരോന്നിനും റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ 20%. അപ്പോൾ അത് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ സോർട്ട് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞു. സോ ഇഫ് യു ആസ്ക് മീ എവിടെ നിന്നാണ് യു ഷുഡ് സ്റ്റാർട്ട് ദ വർക്ക് ആണെന്നുള്ളത് നമ്മളുടെ ഇന്നർ വർക്കിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. So that has a lot more impact on parenting, undoubtedly. ഇപ്പോൾ പേരൻസ് വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ളൊരു ഇമോഷൻസ് കൂടെ കോൺസ്റ്റൻ്റ്ലി പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളിൽ അതേപോലെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. ഉണ്ട്. കാരണം ഞാൻ ഇപ്പം ഒരു റെസ്പോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ മോഡൽ ചെയ്യുന്നതാണ്, അപ്പോൾ അവർക്കത് നോർമലായിട്ട് വരുന്നത്. അപ്പം ഞാൻ ദേഷ്യപ്പെടുന്ന വിധമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതാണ് അവരുടെ ഒരു ബ്ലൂ പ്രിൻറ്റ്. അപ്പോൾ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു വർക്ക് ഓൺ വിത്ത് ആൻസൈറ്റി, യു ആർ ലിറ്ററലി പാസിങ് ഓൺ ദി ആൻസൈറ്റി ദെയർ. അപ്പം യു ഹാവ് ടു, അത് നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പേരൻറ്റിങ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു കാര്യമാണത്. യെസ്, നമ്മളുടെ ആൻസൈറ്റി മാത്രം, എല്ലാ ഇമോഷൻസും, ബി ജോയ്ഫുൾ. ഇപ്പോൾ ഒരുപാട് പേര് ഞാൻ കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി റെസ്റ്റ് ചെയ്യാനോ ഹാപ്പി ആയിട്ടിരിക്കാൻ ആക്ച്വലി പേരൻസ് പറ്റുന്നില്ല. എപ്പോഴും ഒരു കുഞ്ഞ് എപ്പോഴും അമ്മ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് അമ്മ ഫോൺ നോക്കുമ്പോൾ മാത്രം. ചിലപ്പോൾ എൻ്റെ മോൻ തന്നെ പറയും, യു വെരി ഹാപ്പി വെൻ യു ആർ ലുക്കിംഗ് ഓൺ ദ ഫോൺ. ഞാൻ ചിലപ്പോൾ ഇൻറ്റൻഷനലി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണത്. ഇത് ഞാനും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്കിതുപോലെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നമ്മൾ ഫുള്ള് ഇങ്ങനെ ഒരു സർവൈവൽ മോഡിൽ ഓടുന്ന ദിവസങ്ങളായിരിക്കും. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസമായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ടാൻട്രം, ബിക്കോസ് അത് അതേപോലെ റിഫ്ലക്ട് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യുന്ന വരുന്നൊരു റിച്വലാണ്. റെഗുലർലി അല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് എന്നെ ഗ്രേഡ് ചെയ്യാൻ പറയും, ഔട്ട് ഓഫ് 10 എത്രയായിരിക്കും എന്ന്. ഓക്കെ, പകുതി ദിവസം ഞാൻ ഫെയിലാണെന്ന് വെച്ചോ. പക്ഷേ അത് ഞാൻ ഡു നോട്ട് എവർ ഡു ദാറ്റ് ടു യുവർ ചിൽഡ്രൻ. നമ്മളെപ്പോഴും ഒരിക്കലും 10 ഇന്ന് ഈ ആഴ്ച ഈ ഒരു 6, 5 നെവർ ഗിവ് ദം ഓൾവേസ് 8+ എന്നുള്ള, പക്ഷേ ഫീഡ്ബാക്ക് പറയുകയും ചെയ്യണം. സോ ഈ ചെറിയ ചെറിയ കണക്ഷൻ ആയിട്ടുള്ള റിച്വൽസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് വരുന്ന കോപ്പറേഷനും അതിനനുസരിച്ച് ബേസ്ഡ് ആയിരിക്കും. നമ്മൾ എന്തോരം കുഞ്ഞുങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാൻ ശ്രമിക്കുന്നോ അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കോപ്പറേഷനും ആക്ച്വലി കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ടീനേജേഴ്സിൻ്റെ കേസിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു ട്വീൻസിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടി, അല്ലെങ്കിൽ അവർക്കൊരു മെൻ്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ മിക്കപ്പോഴും പേരൻസ് അതിനെ ക്യാൻസൽ ചെയ്ത് വിടുന്ന, അതായത് ഇവർക്കൊക്കെ കൂടി പോയിട്ടാണ് അല്ലെങ്കിൽ ഫെസിലിറ്റി കൂടിയിട്ടാണ്, കുട്ടികൾക്ക് അങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതൊരു മിത്താണ്, കുട്ടികൾക്കൊരു മെൻ്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടി വരാമെന്ന് പറയുന്നത് ഇറ്റ്സ് എ മിത്ത് എന്നുള്ള അങ്ങനെ വളരെ കോമൺ ആയിട്ടുണ്ട്. നമുക്ക് തന്നെ കുട്ടികളൊക്കെ മെസ്സേജ് അയക്കും. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, മാം ഇത് വീട്ടിൽ പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല, അവർ ക്യാൻസൽ ചെയ്യാണ്, ഇപ്പോൾ തെറപ്പി എടുക്കാൻ ഒരു സെഷൻ എടുക്കാൻ അവർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാവും എന്നുള്ള തരത്തിലേക്ക്. അപ്പോൾ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? പാർട്ട്ലി യെസ്, പക്ഷേ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. അതിന് ഇപ്പോൾ നമ്മളെല്ലാം ഇൻക്ലൂഡിങ് ഞാനടക്കം പഠിച്ചു വച്ചിരിക്കുന്നത് ദേഷ്യം വന്നാൽ അടക്കി ഒതുക്കി അനങ്ങിയിരിക്കുക, സങ്കടം വന്നാൽ കരയാം പക്ഷെ ആരും കാണാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ് വിത്ത് ഇമോഷൻ മാറ്റേഴ്സ് എ ലോട്ട്. പിന്നെ ഇമോഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിനോടുള്ള റെസ്പോൺസ് മാറുകയുള്ളൂ. ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികൾ അത് മുഴുവൻ ഉള്ളിൽ ഒതുക്കി അടക്കി വെച്ചാണ് വളരാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് എ പേരൻസ് ചോയ്സ് ദാറ്റ് ഇമ്പോർട്ടൻ്റ്, അതായത് ഇമോഷണലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വളരാനായിട്ട് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത്. സോ ക്യാൻസലിങ് അല്ലെങ്കിൽ ഡിസ്മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ആ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകുന്നു. ഓക്കെ, എല്ലാവരും ഇതൊക്കെ ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പം എൻ്റെ ചിലപ്പോൾ ഡീഫോൾട്ട് റെസ്പോൺസ് എൻ്റെ അങ്ങനെയായിരിക്കും, പക്ഷേ അതൊരിക്കലും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ കുഞ്ഞുങ്ങൾ വരുന്നത്. ഇതെല്ലാം കുഞ്ഞുങ്ങൾ ഉള്ളിൽ ഒതുക്കി വരുന്നത്. എൻ്റെ സെഷൻസിൽ അധികവും വരുന്ന പ്രീറ്റീൻ അല്ലെങ്കിൽ ടീനേജേഴ്സ് അവർ വരുന്നത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്നും എനിക്ക് അമ്മയടുത്ത് പറയാൻ പറ്റില്ല, ദേ ആർ നോട്ട് ഗോയിങ് ടു ലിസൺ എന്ന് മാത്രമേ അവർ പറയുള്ളൂ. അപ്പോൾ ആദ്യം കുഞ്ഞുങ്ങളെ നമ്മൾ
ചില കമ്മ്യൂണിക്കേഷൻ ബ്ലോക്സ് എന്ന് ഞാൻ പറയും അതിന്. ഇതൊരു ബുക്കിൽ നിന്നുള്ളതാണ് ആക്ച്വലി. നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമാൻഡ് ചെയ്യുക, അതിങ്ങ് എടുത്തോണ്ട് വന്നേ എന്ന്, അല്ലെങ്കിൽ ഡോണ്ട് മേക്ക് ഇറ്റ് എ ബിഗ് സീൻ, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുക, അറിയാണ്ടിരിക്കുമോ എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അവർ കേൾക്കുന്നത് എൻ്റെ ഇമോഷൻസും എൻ്റെ നീഡ്സും മാറ്റർ അല്ല എന്നാണ് അവർ കേൾക്കുന്നത്. അപ്പോൾ അന്നും അവിടെ നിന്ന് പോലെ ആ കുഞ്ഞ് ഇമോഷണലി ഷട്ട് ഡൗൺ ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ദാറ്റ് ചൈൽഡ് ലേൺസ് ടു ബി ഇമോഷണലി ഷട്ട് ഓഫ്. അത് കഴിഞ്ഞ് പിന്നെ അഡൾട്ടായി കഴിഞ്ഞ് പിന്നെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴായിരിക്കും ഇതല്ല, അയ്യോ ദിസ് പേഴ്സൺ ഡസൻ നോ ഇമോഷണലി അവൈലബിലിറ്റി എന്താണെന്ന് പോലും അറിയില്ല ആക്ച്വലി ഒരുപാട് പേർക്ക്. എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് കപ്പിൾ ക്ലയൻസിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്, ഇമോഷണലി അവൈലബിൾ അല്ല. മോസ്റ്റ്ലി ഒരു പാർട്ട്ണർ പറയും എൻ്റെ പാർട്ട്ണർ ഇമോഷണലി അവൈലബിൾ അല്ല. ഇത് കൂടുതലും പുരുഷന്മാരെ കുറിച്ചാണോ കംപ്ലൈന്റ് വരാറുള്ളത്? അങ്ങനെ പറഞ്ഞു ഒബ്സർവ് ചെയ്യുമ്പോൾ കുറെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. സ്ത്രീകൾ കൂടുതലും പറയാറുണ്ട് എന്റെ പാർട്ട്ണർ ഇമോഷണലി അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതുപോലെ പുരുഷന്മാർ പറയും ഇവള് ഓവറായിട്ട് ഡിമാൻഡിങ് ആണ്, ക്ലിങ്ങി ആണ്. ജെൻഡർ വൈസ് നോക്കാം, മേ ബി അപ്ബ്രിങ്ങിങ്ങിന്റെ ആയിരിക്കും. പക്ഷെ ഇഫ് ഇറ്റ് സേ പുട്ട് ഇറ്റ് ആസ് ഒരു ജെൻഡർ എന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീപ്പിൾ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ കാണുന്നത് വെച്ച് 80% യെസ് മെയിൽസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ മെയിൽ പാർട്ട്നേഴ്സിൻ്റെ ആണ് ഇമോഷണലി അൺഅവൈലബിലിറ്റി എന്ന് പറഞ്ഞ് വരുന്നത്. പക്ഷേ ഫീമെയിൽസ് ഇമോഷണലി അൺഅവൈലബിൾ എവിടെയാവുന്നതെന്ന് അറിയോ? മദേഴ്സ് എന്നുള്ളത്. അവിടെയാണ് മദേഴ്സ് ആർ മോസ്റ്റ്ലി അൺഅവൈലബിൾ. അത് ഇമോഷണലി അൺഅവൈലബിൾ എന്ന് പറയുന്നത്. പക്ഷേ അതിന് കാരണമുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ ബിസി ആയിരിക്കും. ഈ കാര്യം ചെയ്യണം, ആ കാര്യം ചെയ്യണം, എല്ലാം ടു ഡു ലിസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇമോഷനെ ഫോക്കസ് ചെയ്യാൻ ടൈമില്ല. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദ ലൈഫ്. സോ നമ്മൾ ഇമോഷൻസ് ഷട്ട് ഓഫ് ചെയ്യാൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയുമ്പോൾ യു ആർ ലിറ്ററലി റേസിങ് ആൻ ഇമോഷണലി അൺഅവൈലബിൾ ഹ്യൂമൻ ബീങ്. സോ അത് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ 10 out of 10 നമുക്ക് ഒരിക്കലും പറ്റില്ല. ഒരു ദിവസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രസന്റ് വിത്ത് ചൈൽഡ്. അതാണ് ബേസിക് കാറ്റഗറി എന്ന്. അത് മതി ആക്ച്വലി. നമ്മളെല്ലാം ഇൻക്ലൂഡിങ് ഞാനടക്കം പഠിച്ചു വെച്ചിരിക്കുന്നത് ദേഷ്യം വന്നാൽ അടക്കി ഒതുക്കി അനങ്ങിയിരിക്കുക, സങ്കടം വന്നാൽ കരയാം, പക്ഷെ ആരും കാണാൻ പാടില്ല. ദാറ്റ്സ് നോട്ട് ദ കേസ്. നമ്മൾ ലെറ്റ് ദം സീ. നമ്മൾ ദേഷ്യപ്പെടുന്നു, അത് കഴിഞ്ഞ് റിപ്പയർ ചെയ്യുന്നു, റപ്ചർ ചെയ്യുന്നു ഒക്കെ അവർ കാണട്ടെ, എങ്കിലല്ലേ മനുഷ്യരായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് എപ്പോഴും നമ്മൾ ഈ ജെൻറൽ പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ജെൻറൽ എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും നമ്മളെല്ലാ സമയത്തും ബ്രീത്ത് ഇൻ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് ആണെന്ന്. അങ്ങനെയൊന്നും അല്ലല്ലേ. നമ്മൾ ചില സമയത്ത് വി ഡു സ്ക്രീം, എന്നിട്ട് നമ്മൾ എന്നത് കറക്റ്റ് ചെയ്യും. പക്ഷെ മേക്ക് ഷുവർ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഒരു പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം തോന്നുന്നു അല്ലേ? നമ്മൾ അധികം പേരും ഈ ജെൻറൽ പേരൻറ്റിങ് ഒരു പേരൻറ്റിങ് സ്റ്റൈൽ എന്നുള്ളതിനേക്കാളും അതൊരു ഐഡിയോളജി മാത്രമാണത്. ജെൻറൽ പേരൻറ്റിങ് ആക്ച്വലി പോസിറ്റീവ് ഡിസിപ്ലിൻ പേരൻറ്റിങ് അതാണത്. പക്ഷേ ഐ വുഡ് സേ ഒരു ബ്ലെൻഡഡ് അപ്രോച്ച് ആയിരിക്കും എപ്പോഴും നല്ലത്. ഈ ജെൻറൽ പേരൻറ്റിങ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടുവരുന്നത് കേട്ടോ, ദർ ഇസ് നോ ജനറലൈസേഷൻ ഹിയർ, ഞാൻ കണ്ടുവരുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഇറ്റ്സ് മോർ ഓഫ് ഇമോഷണലിനെ മാത്രം ഫോക്കസ് ചെയ്ത് മാത്രം. അയ്യോ എൻ്റെ കുഞ്ഞ് കരയുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് കൂടെ ഇരിക്കണം, കരഞ്ഞ് 2 hours കരഞ്ഞാലും ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കണം. സോ വേർ ഇസ് ദ thing that what are you actually depicting? You can be so അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഇറ്റ്സ് ഓൾ ഇമോഷണലി ഭയങ്കര ഒരു ഇൻട്രോസ്പെക്ഷൻ ആയിരിക്കും. പക്ഷേ അവർക്ക് വേറെ മെന്റൽ സ്കിൽസ്, സോ ആ കോപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ളത് ഏതും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ആക്ച്വലി ലോട്ട് ഓഫ് പേരൻസ് ആർ മിസ്സിങ് ഇൻ ജെൻറൽ പേരൻറ്റിങ്. അവർക്ക് ബൗണ്ടറീസ് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റണില്ല. കാരണം ബൗണ്ടറീസ് റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നോ പറയണം. നോ പറഞ്ഞാൽ നമ്മൾ ടാൻട്രം കാണണം, അല്ലെങ്കിൽ മെൽ ഡൗൺ കാണണം. അയ്യോ അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ ട്രോമാറ്റൈസ്ഡ് ആക്കി, അപ്പോൾ പിന്നെ ശരിയാവില്ല. സോ വി ആർ പ്രൊട്ടക്ടിങ് അവർ ചിൽഡ്രൻ ഫ്രം ഓൾ ദി ഇമോഷൻസ്. ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ടാണ് വരുന്നത്. അയ്യോ നിനക്ക് സങ്കടമായ മോളെ. ട്രൂ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു Q&A ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കുട്ടികളെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കാനുള്ളത്? ഇറ്റ്സ് നോട്ട് എ റെസ്പോൺസിബിലിറ്റി അല്ലേ? കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ചൈൽഡ് വിൽ നെവർ ബി ഹാപ്പി. ഒരു എന്റെ മോൻ്റെ അടുത്ത് ചോദിച്ചാൽ ഐ യു ഹാപ്പി? ബട്ട് ദർ ഇസ് ഓൾവേസ് എ ബട്ട്.
ഓക്കെ, സോ ദാറ്റ്സ് നോട്ട് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. കുഞ്ഞുങ്ങളുടെ പക്ഷേ കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഹാപ്പിനെസ്സിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏത് ഇമോഷൻസ് ആണെങ്കിലും, ജോയ് ആകട്ടെ, ഹാപ്പിനെസ് ആകട്ടെ, ആങ്കർ ആകട്ടെ, സാഡ് ആകട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ആഫ്റ്റർ പോയിന്റ് ഒരു 5-6 ഇയേഴ്സ് കഴിഞ്ഞ് അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ വി ഓൾസോ ഹാവ് ടു ഹെൽപ്പ് ദം ടു ഡെവലപ്പ്. ഓക്കെ, സാഡ് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഇറ്റ്സ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ടീച്ച് ടു അവർ ചിൽഡ്രൻ. അതാണ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇതാദ്യം നമ്മൾ പഠിക്കണം എന്ന് ചോദിക്കാം. അത് നമ്മൾ പഠിക്കാത്തതാണ് മിക്കപ്പോഴും റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മിക്കപ്പോഴും പറയും, ഇപ്പം ഫാദറിന് ഇമോഷൻ വരുമ്പോൾ എന്താ ചെയ്യാന്നുള്ളത് യാതൊരു ക്ലൂ ഇല്ല. ചിലപ്പോൾ സാധനങ്ങൾ എടുത്തെറിയും, ഷട്ട് ഡൗൺ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ കുട്ടി ഇത് തന്നെ കുട്ടി ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ അലേർട്ട് ആവുന്നത്. ഓ, ഇത് എവിടെ നിന്ന് കിട്ടി ഈ സ്വഭാവം എന്ന് നമ്മൾ വളരെ കൗതുകത്തോടെ ചോദിച്ചിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. ഇതെങ്ങനെ ഈ കൊച്ചിന് ഇങ്ങനത്തെ സ്വഭാവം കിട്ടുന്നത്, നിങ്ങൾ ആക്ച്വലി എന്താ അവിടെ ചെയ്യുന്നതെന്നുള്ളത്. എങ്ങനെ കിട്ടി എന്നുള്ളതിനേക്കാളും ഞാൻ കണ്ടിരിക്കുന്നത് സാധനം അങ്ങനെ എടുത്ത് എറിയാ മാം. അത്രയൊക്കെ ദേഷ്യപ്പെടാവോ ശരിക്കും നമ്മളെന്താ അപ്പൊ എങ്ങനെയാ അങ്ങനെ ആരാ വീട്ടിൽ ദേഷ്യപ്പെടുന്നത്? അപ്പൊ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരും. പക്ഷെ 8 വയസ്സുള്ള കുഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാവോ എന്നാ ചോദിക്കണേ. 8 വയസ്സുള്ള കുഞ്ഞിന് ചെയ്യാൻ പാടില്ല, പക്ഷെ 28-30 വയസ്സുള്ള അച്ഛനും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ ഇപ്പോ കപ്പിൾസിനിടയ്ക്ക് വഴക്ക് നടക്കും, പേരൻസിനിടയ്ക്ക് ഭയങ്കര ഫൈറ്റ് നടക്കുന്നു വിചാരിക്കും. കുട്ടി ഇപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കുട്ടി കടന്നു പോകുന്ന ഒരു ഇമോഷണൽ പ്രശ്നം ഉണ്ടല്ലോ. അതായത് ഇവരിപ്പൊ തന്നെ അടിച്ച് പിരിഞ്ഞു പോകുന്നുള്ള സ്റ്റേറ്റിൽ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ലെവലിലേക്കൊക്കെ പോകും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവർ പാച്ചപ്പ് ആവുന്നുണ്ടാവും, അത് കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ ഇതുപോലെ പല സിറ്റുവേഷൻസിൽ അനുഭവിച്ച ആ ഒരു ഇമോഷൻ അത് ഡെഫിനറ്റ് ആയിട്ട് അവരെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ലേ? ഇത് പാച്ചപ്പ് ആയി എന്നുള്ളത് കുട്ടിക്ക് അറിയാം, ബട്ട് സ്റ്റിൽ ഇത്തരം ഇഷ്യൂസ് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആവുമ്പോൾ അത് കുട്ടീനെ ഒരു സർവൈവൽ മോഡിലേക്ക് വിടുന്നില്ലേ? ഡെഫിനറ്റ്ലി. കാരണം ഈ പാച്ചപ്പ് ആകുന്നത് എങ്ങനെയാണെന്നുള്ളതും കുഞ്ഞ് കാണണം. ഓക്കെ, 2 ദിവസം അപ്പയും അമ്മയും മിണ്ടാണ്ടിരിക്കുന്നു, പിന്നെ 3-ാമത്തെ ദിവസം അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത് ഇറ്റ് കൺഫ്യൂസസ് ചൈൽഡ്. ഓക്കെ, അപ്പോൾ വഴക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കുറേ നേരം മിണ്ടാണ്ടിരിക്കുന്നു, പിന്നെ അങ്ങനെ, അതായത് ദർ ഇസ് നോ സോൾവിങ് കാണുന്നില്ല. നമ്മളെ വീടുകളിലെല്ലാം കാണുന്നത് കുഞ്ഞുങ്ങൾ വഴക്ക് കാണുന്നുണ്ട്, പക്ഷെ പരിഹാരം കാണുന്നില്ല. വഴക്ക് എങ്ങനെയാണ് റിസോൾവ് ആകുന്നത് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, ഇപ്പം എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അമ്മ വഴക്ക് കൂടുന്നു, അമ്മ കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കുന്നു, ഓക്കെ, പപ്പ അങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അത് പക്ഷേ വേറൊരു വീട്ടിൽ, അതായത് അപ്പോൾ ഒരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണറിൻ്റെ വീട്ടിൽ കാണുന്നത് അപ്പയും അമ്മയും ഭയങ്കര അടിയോട് അടിയാണ്. ഈ 2 വീട്ടിൽ വളർന്നു വന്ന കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോണത്. അപ്പൊ ഈ ഇമോഷൻസ് അല്ലെങ്കിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നുള്ള സ്കിൽസൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മോഡൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണത്. എപ്പോഴും അത് ലൈക്ക് ഐ സെഡ് 10 on 10 ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും വഴക്ക് റിസോൾവ് ചെയ്യുന്നു. ഓക്കെ, വഴക്കുണ്ടെന്ന് ആദ്യം പറയട്ടെ. കാരണം ഇപ്പം എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നീ ഒന്നും അതൊന്നും അറിയേണ്ട കാര്യമില്ല, പക്ഷെ അവർക്കറിയാം സിറ്റുവേഷൻ ശരിയല്ല. ഓക്കെ, അപ്പം മിണ്ടുന്നില്ല അല്ലെങ്കിൽ അമ്മ മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയാം. സോ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദർ ഈസ് എ പ്രോബ്ലം ദാറ്റ് വി ബോത്ത് ആർ, ഓക്കെ, ഡാഡിക്ക് മമ്മിക്ക് ഒരു വഴക്കുണ്ട്, പക്ഷേ അത് വിൽ ഫിഗർ ഇറ്റ് ഔട്ട്, വിൽ സോൾവ് ഇറ്റ് ഔട്ട്. ഇറ്റ് ഇസ് നോട്ട് യുവർ പ്രോബ്ലം, അല്ലെ അത് തൻ്റെ പ്രോബ്ലം അല്ല, അല്ലെങ്കിൽ മോൻ്റെ പ്രോബ്ലം അല്ലെ മോളുടെ പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ബേസിക് തിങ്. വഴക്കിട്ടോ ഇല്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ ക്ലാരിറ്റി ആ ചൈൽഡ് ഡിസേർവ്സ് എങ്കിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾ ഓക്കെ വഴക്ക് സോൾവ് ആകുന്നതും ആസ് എ പാർട്ട് ഓഫ് നോർമൽ ലൈഫ് എന്നുള്ളത്. അങ്ങനെ അല്ലാണ്ട് വരുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ഈ വഴക്ക് മാത്രം കണ്ട് വളർന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു പേടിയുണ്ടാവും, എന്നെ ഇട്ടിട്ട് പോവോ, ഈയോ വഴക്കുണ്ടോ, അപ്പം മിണ്ടാണ്ടിരിക്കും. ആരെങ്കിലും മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ദ സെയിം സെറ്റ് ഓഫ് ചിൽഡ്രൻ വിൽ ഗ്രോ അപ്പ് ആസ് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്, എനിക്ക് തന്നെ ഇരിക്കാൻ പേടിയാണ്, എനിക്ക് ആരെങ്കിലും എപ്പോഴും കൂടെ വേണം, എനിക്ക് അല്ലെങ്കിൽ പാട്ട് കേൾക്കണം, പാസീവായിട്ടുള്ള എന്തെങ്കിലും ഔട്ട്പുട്ട്, ടി വി ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എപ്പോഴും പാട്ടുണ്ടായിരിക്കും മാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ കേൾക്കണമെന്നില്ല, എനിക്ക് സൗണ്ട് മാത്രം മതി. സോ ഞാൻ ഒറ്റയ്ക്കാണ്. യെസ്, അതൊരു ഫിസിയോളജിക്കലി അവർ സൂത് ചെയ്യുന്ന അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ഇൻപുട്ട് ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചെറുപ്പമേ മുതൽ ചിലപ്പോൾ ശീലിച്ച കാര്യമായിരിക്കും. ചിലപ്പോൾ പപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും വഴക്ക് കൂടുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് ടി വി കാണുമായിരിക്കും, അങ്ങനെ വരുന്ന ഹാബിറ്റായിരിക്കും. ഓക്കെ, സോ ബട്ട് ദ ഫാക്ട് ഇസ് do not let a child believe that they are alone എന്നുള്ളത്. സോ ആൻഡ് alone, ഈ ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്.
ലോൺലിനെസ് എൻജോയ് ചെയ്യാന്നുള്ള, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കമ്പനി എൻജോയ് ചെയ്യാന്നുള്ള ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കിൽ ദാറ്റ് ദീസ് ഡേയ്സ് ചിൽഡ്രൻ ലാക്ക്. ബോറടിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക്, ആർക്കും ബോറടിക്കാൻ പ്രശ്നം. അതായത് കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കാന്ന് കാണുമ്പോഴേ പേരൻസ് ആർ ഗെറ്റിംഗ് സ്ട്രെസ്ഡ്. ബോറടിയാ മാം, അയ്യോ ഭയങ്കര ബോറടിയാന്നാ പറയണേ. എന്നാ ചെയ്യണം, ഞാൻ കളർ ചെയ്യാൻ കൊടുത്തു, ഞാൻ വാട്ടർ പ്ലേ കൊടുത്തു, ഞാൻ ആ പ്ലേ കൊടുത്തു, പിന്നെ ഞങ്ങൾ കുറേ നേരം അത് കളിച്ചു ഇത് കളിച്ചു, പക്ഷേ എന്നിട്ടും ബോറടിയാന്നാ പറയണേ. ബോറടിക്കട്ടോ, കുഞ്ഞുങ്ങൾ ബോറടിക്കട്ടെ, ബോറടിച്ച് വളരട്ടെ, എങ്കിൽ മാത്രമാണ് ആ കുഞ്ഞിന്, ബോറടിച്ച് വളരുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ്. ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ, ഞാനൊക്കെ ഓർക്കണേ, നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മഴ പെയ്യുമ്പോഴൊക്കെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്, എന്തോരം നേരം വേണമെങ്കിലും നോക്കിയിരിക്കുന്നത്. ഞാൻ ഈയിടെ എൻ്റെ മോനെ ബസ്സിൽ കൊണ്ടുപോയി, കുറേ നേരം പുറത്തേക്ക് നോക്കിയിരുന്നു പുള്ളി. പിന്നെ അത് കഴിഞ്ഞ് ഇനി എന്നാ വായിക്കാൻ ബുക്കുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ. സോ അപ്പോഴാണ് വി സ്റ്റാർട്ടഡ് ഹാവിങ് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു റിച്വൽ പോലെ, ഒരു ഇത്ര സമയം, ഒരു ലോങ് ട്രാവൽ ആണെന്നുണ്ടെങ്കിൽ ഇത്ര സമയം നമ്മളൊന്നും ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് സ്ക്രീൻ ആയിരിക്കും, അല്ലെങ്കിൽ ബുക്കായിരിക്കും, അല്ലെങ്കിൽ ഗെയിംസ് ആയിരിക്കും, അത് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ ബോറടിക്കാനുള്ള സ്പേസ് എല്ലാ പേരൻസും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഐ ഡു ദാറ്റ് ബിക്കോസ് ഒരു സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ട്, ദർ ഇസ് എ പോയിന്റ് ഞാൻ റിയലൈസ് ചെയ്തു ഇവളുടെ ബോറടി മാറ്റാന്നുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല എന്നുള്ളത്. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, ആദ്യം ബോറടിക്കുന്നത് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, കുറച്ച് നേരം കഴിയുമ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ തന്നെത്താൻ ചെയ്തുകൊണ്ട് വരും. ഇപ്പോൾ ചെറിയ ആളാണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക, ഇമാജിനറി പ്ലേസ് ഒക്കെ നടത്തുന്നത് ഈ ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയ സമയത്താണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഡിലേസ് കുട്ടികളിൽ കാണുന്നൊരു കാര്യമാണ്. പലപ്പോഴും പേരൻസ് അത് വളരെ ലേറ്റ് ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാവാറുണ്ട്. ഇപ്പോൾ കുട്ടിക്കൊരു സ്പീച്ച് ഡിലേ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോണിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്, അത് ചുറ്റുമുള്ളവർ പറയുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മളൊരു മോശം പേരൻ്റ് ആണെന്നാണോ ഇവർ പറഞ്ഞു വരുന്നത്, എൻ്റെ കുട്ടിയുടെ കാര്യം എനിക്കറിയാം എന്നുള്ളതുണ്ട്. അപ്പോൾ കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത്, അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ ഓവർ യൂസേജ്, ഇതൊക്കെ ഈ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേക്ക് കാരണമാവുന്നുണ്ടോ? അതായത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വൈകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്നുള്ളത്. ഈ സ്പീച്ച് അല്ലെങ്കിൽ സ്കിൽസ്, മോട്ടോ സ്കിൽസ് ഡെവലപ്ഡ് ആകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് സ്കൂളിലെത്തി. ബൈ ദ ടൈം ചൈൽഡ് റീച്ചസ് 4 ആയിരിക്കും. സ്കൂളിൽ നിന്ന് കംപ്ലയിൻറ്റ് വരുമ്പോഴായിരിക്കും മോസ്റ്റ് പേരൻസ് തിങ്ക് ദാറ്റ് ഓക്കെ എൻ്റെ കുഞ്ഞ് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കുന്നില്ല, വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല, ചില ലെറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവർ ഒരു പ്രത്യേക രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആകുന്നില്ല. ഇതെല്ലാം ഒരു 4 വയസ്സാണ് മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ വരുന്നത്, ഐഡൻറ്റിഫൈ ചെയ്ത് വരുമ്പോഴേക്കും. പക്ഷേ അതിൻ്റെയൊക്കെ പുറകിലുള്ള കാരണം ഹോം എൻവയോൺമെൻറ്റും പിന്നെ അതർ അണ്ടർലൈങ് റീസൺസ് ഒരുപാടുണ്ട്. പക്ഷേ ദർ ആർ സർട്ടൺ ഒരു ചെക്ക് ലിസ്റ്റ് ദാറ്റ് യു ക്യാൻ നോ ഓക്കെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, എവിടെയാണ് നമ്മൾ ഇൻ്റർവീൻ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഞങ്ങൾ പറയുന്നത് ഗോൾഡൻ പീരീഡ് എന്ന് പറയുക. ഓക്കെ, ഗോൾഡൻ പീരീഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി, റീഹാബിലിറ്റേഷൻ നമുക്ക് ഈസിയാണ്. അപ്പം അതിൻ്റെ ഇനിയൊരു റീസൺ വൈകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പേരൻറ്റിന് അറിയായിരിക്കും. ഓക്കെ, നമുക്ക് കാണുന്ന മോസ്റ്റ്ലി വരുന്നത് മാം സ്പീച്ച് ഇത്ര ലേറ്റ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ സംസാരിച്ചത് ലേറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയൻ സംസാരിച്ച് ലേറ്റ് ആയിട്ടേ, അല്ലെങ്കിൽ അമ്മയുടെ അനിയൻ സംസാരിച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് ഫാമിലിയിലുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ സംസാരിച്ചത് ലേറ്റ് പിക്ക് ആവുമായിരിക്കും, പക്ഷേ ചൈൽഡ് ലൂസസ് എ ലോട്ട് ഓഫ് സ്കിൽസ് ഓൾസോ. ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് ഒരുപാട് മിസ് ഔട്ട് ആകുന്നു. അപ്പം നമ്മൾ എന്തുകൊണ്ട് അവിടെ ഇൻ്റർവീൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ചൈൽഡ് ക്യാൻ ആക്ച്വലി ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. സോ അറ്റ് എനി പോയിന്റ്, ഇപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് 1.5 വയസ്സിനുള്ളിൽ വാക്കുകൾ പറയുന്നില്ല, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫിംഗർ പോയിന്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു കുഞ്ഞ് ഓക്കെ എനിക്ക് അത് വേണം എന്നുള്ളത് നമ്മൾ പോയിന്റ് ചെയ്ത് സംഭവിക്കുന്നില്ല, 1.5 വയസ്സ് വരെ എങ്കിലും ഉള്ളിൽ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഡെഫിനറ്റ്ലി നീഡ് ടു ഗെറ്റ് ദം ചെക്ക് ബൈ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു സ്പീച്ച് പാത്തോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു അസസ്മെൻറ്റ് ചെയ്തിരിക്കണം. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ അസസ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, ബട്ട് ഈവൻ ദെൻ ഇറ്റ്സ് ബെറ്റർ. അതുപോലെ പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാണ്ടിരിക്കുക. അതൊരുപാട് കുട്ടികൾക്ക് നമ്മൾ പേരൻസ് നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മോനെ എന്നൊക്കെ വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അവരൊരിക്കലും ഐ കോണ്ടാക്റ്റ് തരാണ്ടിരിക്കുക, തിരിഞ്ഞു നോക്കുക എന്നുള്ളത് ഇറ്റ്സ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ആസ്പെക്ട് വിൽ സി. ഓക്കെ, പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാറുണ്ടോ, കൈ ചൂണ്ടി ചോദിക്കാറുണ്ടോ, വെള്ളം വേണമെന്ന് ചോദിക്കാറുണ്ടോ, ഇതുപോലെയുള്ള സ്മോൾ ഫ്രേസസ് ഒക്കെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് യു നീഡ് ടു ഗെറ്റ് ചെക്ക്ഡ് എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ സ്ക്രീൻ യൂസേജ്. 2 വയസ്സിന് മുമ്പ്
സ്ക്രീൻ വേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരൻസും വർക്കിംഗ് ആണ്, ചിലപ്പോൾ അവർക്കൊരു നാനിയോ അല്ലെങ്കിൽ ഒരു ബേബി സിറ്ററോ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെയുള്ളൊരു ഫാമിലി എടുത്ത് ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ആപ്ലിക്കബിൾ അല്ല അത്. അങ്ങനെ സ്ക്രീൻ കൊടുക്കുകയാണെങ്കിൽ പോലും ലോ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഷോസ് ഉണ്ട്. പക്ഷെ 2 വയസ്സിനുള്ളിൽ കൊടുക്കാണ്ടിരിക്കുക ഇറ്റ്സ് എ ബെസ്റ്റ് ഐഡിയൽ. പക്ഷേ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലോ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഷോസ് ഉണ്ട്, ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. അങ്ങനത്തെ ഷോസ് കാണിക്കുക. പിന്നെ നോട്ട് മോർ ദാൻ ഹാഫ് ആൻ അവർ എ ഡേ. ഓക്കെ, അത് മസ്റ്റ്. 2 വയസ്സിൽ കൊടുക്കാണ്ടിരിക്കുക. പക്ഷെ അണ്ടർ 4 ഇഫ് യു ഗിവിങ് നോട്ട് മോർ ദാൻ ഹാഫ് ആൻ അവർ എ ഡേ. പിന്നെയും ഓക്കെ കൂടാണ് എന്നുണ്ടെങ്കിൽ, വേറെ വഴിയില്ല, ഓക്കെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് വിത്ത് ദം, അല്ലെങ്കിൽ അവർ തൻ്റെ പ്രസൻസിൽ കണ്ടോട്ടെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കോൺവേഴ്സ് ചെയ്യുക എന്നുള്ളത്. അവിടെ എന്താ ഈ ഇമോഷണൽ ക്യൂസ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സ്ക്രീനിൽ നിന്ന് വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് സൈഡ് ഇഫക്റ്റ് ആണ്. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ എന്താ, അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് കുഞ്ഞിന് മനസ്സിലാവണമല്ലോ, അത് സംഭവിക്കുന്നില്ല അവിടെ ആക്ച്വലി. സോ ദേ സീ വെരി പാസീവ് ആയിട്ടുള്ള അനിമേറ്റഡ് ഫിഗേഴ്സിൽ ദേ ഡോണ്ട് സീ എനി ഇമോഷൻസ് ആസ് സച്ച്, എക്സ്പ്രഷൻസ് ആസ് സച്ച്. സോ അതാണ് സംഭവിക്കുന്നത്. സോ സ്ക്രീൻ യൂസേജ് ഡെഫിനറ്റ്ലി ഹാസ് ടു കട്ട് ഓഫ്. നോൺ വെർബൽ ക്യൂസ് പിക്ക് ചെയ്യാൻ ഡിലേ വരാനുള്ള സാധ്യത അല്ലേ? വളരെ കോമൺ ആയിട്ട് വരുന്നൊരു ചൈൽഡ് കേസാണ് കുട്ടി കള്ളം പറയുന്നു, കുട്ടി മോഷ്ടിക്കുന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ. അപ്പം നമ്മൾ പലതും അതിൻ്റെ ബിഹൈൻഡിലേക്ക് പോകുന്ന സമയത്ത് പേരൻസ് വളരെ കൺട്രോളിംഗ് ആയിട്ട് ബിഹേവ് ചെയ്യുക. മിക്കതും സ്റ്റാർട്ട് ചെയ്യുന്നത് പേരൻസ് എന്ന് തന്നെയാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ ചെയ്യുന്നത്. പേരൻസിന് ഫിഗർ ഔട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ അടി, ബഹളം, ഇമോഷണൽ ഡിസ്ട്രസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവരതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് അത്തരം കേസസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ നുണ പറയുന്നത് ആക്ച്വലി ഒരു ഏജിൽ, അതായത് ഇപ്പോൾ ഒരു 4-5 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ നുണ പറയുന്നത് അവരുടെ പാർട്ട് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അത് മോസ്റ്റ്ലി പിള്ളേരെ ചെയ്യുമ്പോൾ അതായത് നമ്മളത് മോറലി കണക്ട് ചെയ്യും. നുണ പറഞ്ഞ് ഈ കൊച്ചു വലുതാവുമ്പോഴേക്കും വലിയ നുണയനാവും. അതെ എന്ന്. പക്ഷെ നുണ പറയാന്നുള്ളത് നന്നായിട്ട് നുണ പറയാൻ ഒരു സ്കില്ലല്ലേ? അതെ, ഒരു ഇന്റലിജൻസ് വേണമല്ലോ. ഞാനിപ്പോഴും ഓർക്കണം, ഞാനൊരു നല്ല നുണ പറഞ്ഞു ഓക്കെ എൻ്റെ അമ്മയെ കൺവിൻസ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ ഞാനൊരു വിന്നറാണ് അവിടെ. ഓക്കെ, സോ അതൊരു സ്കില്ലാണത്. പക്ഷേ ഇതെപ്പോൾ, അതായത് നമ്മൾ ഇൻ്റർവീൻ ചെയ്യേണ്ടത് അവരുടെ വേറെ ആസ്പെക്റ്റിലേക്ക് അത് സ്പ്രെഡ് ആകുമ്പോൾ എന്നുള്ളത് ദാറ്റ് ഈസ് വൺ തിങ്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിന് മുമ്പ് ഈ ലൈങ് വേഴ്സസ് വാല്യൂസ് എന്നുള്ളൊരു ഇതുണ്ട്. നുണ പറയുന്നതും ഈസ് ഈക്വൽ ടു നമ്മൾ വാല്യൂ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. നുണ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ചീത്ത കുട്ടിയാകും. ഓക്കെ, നുണ പറയുന്ന കുട്ടികൾ ചീത്ത കുട്ടികളാവണമെന്നില്ല. നുണ പറയുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടി എന്നാണ് ഞാൻ പറയുള്ളൂ. നന്നായിട്ട് നുണ. ഒരു പ്രീ സ്കൂളായിട്ടുള്ള 5-6 വയസ്സുള്ള കുട്ടികൾ നുണ പറയുമ്പോൾ ആ നുണ നമ്മൾ ഡയറക്റ്റ്ലി പണിഷ് ചെയ്യാണ്ട്, ഡയറക്റ്റ്ലി അവരെ ഷെയിം ചെയ്യാണ്ടിരിക്കുക. എന്തൊരു നുണയനാടാ നീ എന്നൊക്കെ പറയുമ്പോഴേക്കും കൊച്ചു വിചാരിക്കും അയ്യോ ഞാൻ എന്താണ് വലിയ കാര്യം ചെയ്തു എന്ന് പറയുമ്പോഴും കൊച്ചു വിചാരിക്കും ഓ അടുത്ത പ്രാവശ്യം ഇനി അടുത്ത നുണകൾ പറയാനായിരിക്കും. ഓക്കെ, സോ സിറ്റ് വിത്ത് ദം, ചോദിക്കുക എന്താണ് എന്തിനാ ആക്ച്വലി പറഞ്ഞത്, ഇങ്ങനെയല്ല. അതായത് നമ്മൾ ഡയറക്റ്റ്ലി ഒരിക്കലും കൺഫ്രണ്ട് ചെയ്യരുത് കുഞ്ഞുങ്ങളെ. നീ പറഞ്ഞത് കറക്റ്റ് അല്ലെങ്കിൽ നീ പറഞ്ഞ് കല്ല് വെച്ച നുണയാന്ന് എനിക്കറിയാം, സത്യം പറഞ്ഞു എന്തിനാ പറഞ്ഞത്, നമുക്കറിയാം അത് നുണയാണെന്ന്. പിന്നെ അവർ കൺഫ്രണ്ട് ചെയ്തിട്ട് എന്തിനാ. ഓക്കെ, ഇപ്പോൾ ആ കൺഫ്രണ്ട് ചെയ്യുന്നതിനേക്കാളും സിറ്റ് വിത്ത് ദം. എന്തിനാണ് അതല്ലെങ്കിൽ മോസ്റ്റ്ലി കുഞ്ഞുങ്ങൾ നുണ പറയുന്നത് നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ എൻ്റെ മോനെ എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. എന്തിനാണ് നീ ഇത്രയും നുണ പറയണമെന്ന് ചോദിക്കുമ്പോൾ ഐ തോട്ട് അമ്മയ്ക്ക് വിഷമാവും അല്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവും എന്ന് വിചാരിച്ചിട്ടാണ്. സോ എന്നാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നോക്കി ഇത്ര എഫേർട്ടൊക്കെ ഇടുന്നത് നമ്മളെ സന്തോഷിച്ച് നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതാണ്. സോ അവിടെ അത് നമ്മൾ മനസ്സിലാക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാട്ട് ഡ്രൈവ്സ് ദം ടു ലൈക്ക്, അതായത് ഒന്ന് പേടിച്ചിട്ടാണോ, ആർ വി സേഫ് ഇനഫ് ടു ടെൽ ദം ദ ട്രൂത്ത്. സോ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആണ് എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആണ്, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യാനാണോ അവർ നുണ പറഞ്ഞത്, ചിലപ്പോൾ ഹാംലെസ് ആയിട്ടുള്ളതായിരിക്കും. അത് റീപ്ലേസ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്തു, എവിടെ ചിലപ്പോൾ ആ ബുക്ക് അവിടെ തന്നെ കിടക്കണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ കുഞ്ഞിന് കൺട്രോൾ ഓട്ടോണമി, അതിപ്പോൾ കുളിച്ചോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രീറ്റീൻ എന്ന് വരുമ്പോഴേക്കും അവരൊരുപാട് ഹൈജീൻ റിലേറ്റഡ് ആസ്പെക്റ്റിൽ മുഖം കഴുകിയോ കുളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുളിച്ചോ മുഖം കഴുകിയോ ഒന്നും ചെയ്ത് കാണില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഓട്ടോണമി ഇല്ല, ബോഡി ഓട്ടോണമി, അവരുടെ ചില കാര്യങ്ങളിൽ ലൈഫിൽ ഓട്ടോണമി ഇല്ലാത്തതുകൊണ്ടുകൂടി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ ഏത് ആസ്പെക്റ്റ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നെ യു ക്യാൻ ടോക്ക് വിത്ത് ദം. ഓക്കെ, ഈ ഫാമിലിയിൽ വി ക്യാൻ ടെൽ ഡിഫിക്കൾട്ട് ട്രൂത്ത്. അതായത് ചിലപ്പോൾ
ഐ മേ നോട്ട് ബി കാം എന്ന് തന്നെ പറയാം. കാരണം നുണ പറഞ്ഞ് കേട്ട് കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ മോൻ്റെ അടുത്ത് എപ്പോഴും ഓക്കെ മോനെ ആണോ എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. ഐ മൈറ്റ് ബി, പക്ഷേ ദർ വിൽ ബി ഒരു ബൗണ്ടറി ലൈൻ ഐ വിൽ നോട്ട് ക്രോസ് എന്നുള്ളത്. സോ യു ക്യാൻ ടെൽ മീ ഇത് ബുദ്ധിമുട്ടാണ്, നിനക്ക് ഇത് ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ എന്നുള്ളത് യു നീഡ് ടു ക്ലിയർ ഇറ്റ് വിത്ത് ദം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, lying is not equal to value. Lying has nothing to do with values. At least കുറച്ച് നാളത്തേക്ക് ഒരു ടീനേജ് ഒക്കെ കഴിയുമ്പോൾ മാത്രമാണ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്പൽസീവ് ലയർ എന്നുള്ളത്. അത് ഇറ്റ്സ് എ സെപ്പറേറ്റ് തിങ് ആണ്. കമ്പൽസീവ് ലയിങ് എന്നുള്ളത് ഇറ്റ്സ് അനദർ ആസ്പെക്ട് ഓഫ് സൈക്കോളജി. സോ സം പീപ്പിൾ ഡു ഇറ്റ് ഇൻ ഓർഡർ ടു സർട്ടൻ ആസ്പെക്ട്സ് കൊണ്ട്. ജനറ്റിക്കലി ക്യാരി ചെയ്ത് വരാൻ പറ്റുന്ന സാധ്യതയുണ്ട് ഇപ്പോൾ മോഷണം പോലെയുള്ള കാര്യങ്ങൾ? മോഷണം ഐ ഡോണ്ട് തിങ്ക്. പക്ഷേ മോഷണം എന്നുള്ളതിനേക്കാളും കമ്പൽസീവ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ചിലപ്പോൾ യെസ്, അത് ജനറ്റിക്, അതായത് എൻ്റെ അച്ഛൻ മോഷ്ടാവായിരുന്നുകൊണ്ട് കുഞ്ഞ് മോഷ്ടാവണമെന്നില്ല. അത് ജനറ്റിക്കലി വരുന്ന കാര്യമല്ല, അത് മോഡൽ ചെയ്ത് കൊണ്ടുവരുന്ന കാര്യമാണ്. ഓക്കെ, മോഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ഓക്കെ ഇറ്റ് ഈസ് നോട്ട് റോങ് എന്നൊരു കുഞ്ഞിന് ഐഡിയ കിട്ടി, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് റീഇൻഫോഴ്സ് ചെയ്ത് വരുമ്പോഴാണ് ഒരു കുഞ്ഞ് മോഷ്ടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഇഫ് അതർ പേരൻറ്റ്, ഇപ്പോൾ വേറൊരു അമ്മയാണ്, അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ തന്നെ ഒരു വാല്യൂ സിസ്റ്റത്തിൽ കുഞ്ഞിനെ വളർത്താൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് ദർ യു ക്യാൻ ഇൻ്റർവീൻ ദാറ്റ് പാറ്റേൺ ദർ. നമ്മൾ പലപ്പോഴും വിചാരിക്കാനുള്ള കാര്യം, എനിക്കൊരു കാര്യത്തിന് പേടിയുണ്ട്, ചിലപ്പോൾ അതൊരു ഫിയർ എന്നുള്ളതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഒരു ഫോബിയ ആയിരിക്കും, എനിക്കത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് കുട്ടിക്ക് പാസ് ഓൺ ചെയ്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഹിസ്റ്ററി മാറ്റേഴ്സ്, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പക്ഷേ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഫോബിയ ഉണ്ടായിരുന്ന മോക്കോ അല്ലെങ്കിൽ മോനോ ഫോബിയ തന്നെ വരണമെന്നില്ല. അങ്ങനെയല്ല മെൻ്റൽ ഹെൽത്ത് ഹിസ്റ്ററി ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോബിയ എന്ന് പറഞ്ഞാൽ അകാരണമായൊരു ഭയം, ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ആനിമൽ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അധികം അത് ഫിയർ ആണോ ഫോബിയ ആണോ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ 6 മാസത്തിൽ കൂടുതൽ ആണ് ഈ സിംറ്റംസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്രേറ്റ്സ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനടുത്ത് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിസ്റ്ററി, ഇപ്പം ചില ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട്, അവൻ ചെറുപ്പത്തിൽ പാമ്പിനെ കണ്ട് പേടിച്ചു, അന്ന് മുതൽ എനിക്ക് പാമ്പിനെ പേടിയാവുന്നത്. അത് ക്ലിയർ അല്ല ആക്ച്വലി. സോ അതൊരിക്കലും എപ്പോഴാണ് ഒരു ഫിയർ നിന്ന് ചിലപ്പോൾ ആ കുഞ്ഞ് ചിലപ്പോൾ പാമ്പിനെ കണ്ട് പേടിച്ച കുഞ്ഞ് അപ്പോൾ ഒറ്റയ്ക്കായി, ആ ഒരു എക്സ്പീരിയൻസ് ആ കുഞ്ഞ് ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്തത്, അതിൽ നിന്നാണ് ആ ഭയം ഉണ്ടാകുന്നത്. അതൊരിക്കലും ഫോബിയ ആയിട്ട് മാറുന്നില്ല. ഫോബിയയ്ക്ക് there are multiple, അതായത് അതിൻ്റെ പുറകിൽ ഒരുപാട് റീസൺസ് ഉണ്ട് വിച്ച് ഇസ് സയൻറ്റിഫിക് ആൻഡ് അത്. പിന്നെ ഒരു ചിലപ്പോൾ ടെമ്പറമെൻറ്റ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ മാനസികമായിട്ട് എങ്ങനെയാണ് ആ കുഞ്ഞ്, അല്ലെങ്കിൽ വൈകാരികമായിട്ട് ആ കുഞ്ഞ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാർ ഒരുപാട് ഭയങ്കര ഷൈ ആയിരിക്കും. അങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ മാറ്റേഴ്സ് ദെയർ. പിന്നെ ട്രോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസസ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫോബിയയിലേക്ക് നയിക്കാം അല്ലെങ്കിൽ ലീഡ് ചെയ്യാം എന്നുള്ളത്. ഇതൊന്നും ഷുവർ ആയിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷെ ഇതെല്ലാം ഒരു ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ. ഒരുപാട് പേരൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു പോയിന്റിൽ വെച്ച് മനസ്സിലായി ഞാൻ ഭയങ്കര ടോക്സിക് പേരൻ്റ് ആണ് എന്നുള്ളത്, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ റീസെൻ്റ്ലി ഒരു ടീനേജറിൻ്റെ മദർ അതുപോലെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരിക്ക് ആ കുഞ്ഞിൻ്റെ ഒരു അപ്ബ്രിങ്ങിങ്ങിൻ്റെ സമയത്ത് ഒട്ടും ഇമോഷൻ റെഗുലേറ്റ് ചെയ്ത് അങ്ങനെ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ടീനേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയായിട്ട് ഒരു തരത്തിലും കണക്ട് ചെയ്യാനും പറ്റുന്നില്ല, കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു നിസ്സഹായാവസ്ഥ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്താണ് അങ്ങനെയുള്ള പേരൻസിനോട് പറയാനുള്ളത്? ഒന്ന്, ഈ ചില ട്രേറ്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ മൊത്തത്തിൽ ടോക്സിക് പേരൻ്റ് ആണെന്നുള്ള വിശ്വാസം ആദ്യം വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു, ഞാൻ ഭയങ്കര ടോക്സിക് ആയിരുന്നു. ദേഷ്യപ്പെടുന്ന ആൾക്കാരെല്ലാം ടോക്സിക് അല്ല. ഓക്കെ, ടോക്സിസിറ്റി എന്താണെന്നുള്ളത് ഫസ്റ്റ് അത് ക്ലിയർ ആയി. പിന്നെ ഒരുപാട് കാര്യം, മനുഷ്യരായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാം നമുക്ക് ആദ്യം. സോ യെസ്, നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ രീതിയിൽ ചിലപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ കാരണം എല്ലാം നമുക്കൊരു കുഞ്ഞിന് വേണ്ട ഒരു പേരൻ്റ് ആകാൻ പറ്റിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അക്നോളജ് ചെയ്യുക ആദ്യം എന്നുള്ളത്. ഓക്കെ, ദർ ആർ തിങ്സ് ഹാപ്പൻഡ് എന്നുള്ളത് കുഞ്ഞിനെന്തെങ്കിലും പ്രായമായെങ്കിൽ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഒരു ഏജും നോട്ട് എ ലേറ്റ് ഏജ് ടു റിപ്പയർ. ഓക്കെ, അത് ചിലപ്പോൾ 12 ആവാം, 18 ആവാം, 28 ആവാം, 38 ആവാം, 40 ആവാം. എന്താണെങ്കിലും ആസ് എ പേരൻറ്റ് ഇഫ് യു റിയലൈസ് ദാറ്റ് ഓക്കെ
ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് ഐ ഹവ് മിസ്ഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അത് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് വേ ടു ഫസ്റ്റ് സ്റ്റെപ്പ് ടു റിപ്പയർ. അത് അക്നോളജ് ചെയ്ത് അതാ ഒരുപാട് ഞാനിപ്പോൾ എൻ്റെ സെഷൻസിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്. എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറയുമ്പോൾ എൻ്റെ പേരൻസ് അത് മനസ്സിലാക്കി അവർ അക്സെപ്റ്റ് ചെയ്ത് അവർ അപ്പോളജൈസ് ചെയ്യണമെന്നുള്ളത്. അതാണ് ഭയങ്കര അഡമൻ്റ് ആയിട്ട് അതാണ് അവർ ഹീലിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ആക്ച്വലി. ഓക്കെ, ദാറ്റ്സ് നോട്ട് ട്രൂ ദെയർ. ഓക്കെ, ഇനി ഇഫ് യു റിയലൈസ് ദാറ്റ് ഓക്കെ യു ഹാവ് നോട്ട് ഡൺ വാട്ട് യു ഹവ് സപ്പോസ് ടു ഡു, റിപ്പയർ ചെയ്യുക, അക്നോളജ് ചെയ്യുക, പിന്നെ സീക്ക് ഹെൽപ്പ്. എവിടെയാണ് ചിലപ്പോൾ സ്കിൽസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ കുഞ്ഞിനെ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പേരൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നോക്കുമ്പോൾ ചുറ്റുമുള്ള 10 കുഞ്ഞുങ്ങൾക്കും 10 പേരും 10 കുഞ്ഞുങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ 10 കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെയല്ലല്ലോ ഇത്രയും പറഞ്ഞാൽ കേൾക്കും. എൻ്റെ മോൻ മാത്രം എന്താ പറഞ്ഞാൽ കേൾക്കുന്നത്, ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് പോകണു, അവൻ ഇരിക്കൂല എന്നുള്ളത്. അപ്പോൾ ഞാൻ റിസോർട്ട് ചെയ്യുന്ന ചില ഡിസിപ്ലിൻ മെത്തേഡ്സ് ഉണ്ട്. അത് കുഞ്ഞിന് ചൈൽഡ് സെൻട്രിക് ആവണമെന്നില്ല. അങ്ങനെ അതായിരിക്കും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക. സോ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്, എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്, ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇറ്റ്സ് സംതിങ് ദറ്റ് യു ക്യാൻ വർക്ക് വിത്ത് എ പ്രൊഫഷണൽ. ഒരു പ്രൊഫഷണലിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഈസ് റിസോൾവബിൾ, ഇറ്റ് ഈസ് വർക്കബിൾ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അറ്റ് വൺ പോയിന്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. അത് നമ്മൾ അക്നോളജ് ചെയ്തേ പറ്റുള്ളൂ. ആരും ഇവിടെ പെർഫെക്റ്റ് പാരൻ്റ് ആയിട്ടിരിക്കുന്നില്ല. നമ്മൾ കുഞ്ഞുങ്ങൾ പെർഫെക്റ്റ് പാരൻ്റ് ആയിട്ട് കാണണമെന്നില്ല. നമ്മൾ ദേ ഡോണ്ട് ഹാവ് ടു സീ ദാറ്റ്. വൺസ് റെസ്പോൺസിബിലിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സാധാരണ രീതിയിൽ ചെയ്യുന്ന അതൊരു റോങ് ഐഡിയ ആണ് ആക്ച്വലി. ഞാൻ തെറ്റ് തിരുത്തി കഴിയുമ്പോഴേക്കും എൻ്റെ കുഞ്ഞ് എന്നോട് കണക്റ്റ് ആവും എന്നുള്ളത്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. അതായത് കുഞ്ഞുങ്ങൾക്ക് സേഫ്റ്റി എന്നുള്ള കാര്യം ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. നീ സേഫാ മോനെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, എനിക്ക് ഞാൻ സേഫ് ആണെന്നുള്ള തോന്നുന്നു. അപ്പോൾ ഞാൻ വഴക്ക് അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ അമ്മയുടെ റെസ്പോൺസ് വേറെ ആയിരിക്കും, വേറെ ആണ് എന്നുള്ളത് കുഞ്ഞിന് സെൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ അതിന് സമയം കൊടുക്കുക. പോയ ട്രസ്റ്റ് റീഗെയിൻ ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുക്കണം. എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ പ്രീറ്റീനാണ് അല്ലെങ്കിൽ ടീനേജറാണ് എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും വിശ്വസിക്കില്ല നമ്മൾ തെറാപ്പിക്ക് പോയതുകൊണ്ട് നമ്മൾ നന്നായി എന്ന് അവരൊരിക്കലും വിശ്വസിക്കാൻ പോകില്ല. അത് അവർക്ക് അനുഭവിച്ചറിയണം. നമ്മളുടെ റെസ്പോൺസ്, നമ്മൾ ചൂസ് ചെയ്യുന്ന വേർഡ്സ്, നമ്മൾ ബിഹേവ് ചെയ്യുന്ന വിധം, നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി മാറ്റേഴ്സ് ദാറ്റ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. എന്നാലും നമ്മൾ ചിലപ്പോൾ പിന്നെയും ആ ഒരു പാറ്റേണിൽ ചിലപ്പോൾ നമ്മൾ പിന്നെയും പോകും. അപ്പോൾ എഗെയിൻ കം ബാക്ക് ടു റിപ്പയർ ഇറ്റ് അഗെയിൻ. ദിസ് ക്യാൻ ഹാപ്പൻ. ഇത് റിലേഷൻഷിപ്പിലും ആപ്ലിക്കബിൾ ആണല്ലോ. ഒരുപാട് പേര് ഇപ്പൊ കപ്പിൾസ് പറയുന്ന ഒരു കാര്യമാണ്, ഞാനിത് റിപ്പീറ്റ് ചെയ്യലെന്ന് പറഞ്ഞാൽ സോറി പറഞ്ഞല്ലോ, അപ്പൊ ഇനി പഴയ പോലെ എന്നോട് ബിഹേവ് ചെയ്താൽ എന്താ, ഇവക്കത് മറന്നാൽ എന്താ, അല്ലെങ്കിൽ ഇയാൾക്കത് വിട്ട് കളഞ്ഞാൽ എന്താന്ന് വിചാരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ സേഫ്റ്റി എന്നുള്ളൊരു കാര്യം എല്ലാവരും വിചാരിച്ചേക്കണം, ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഇനി അത് ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, അപ്പുറത്തുള്ള റിയാക്ഷൻ മാറണം എന്നാണ്. ഭയങ്കര അഡമൻ്റ് ആണ് അവിടെ. ബൈ ദ ടൈം ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പേര് ഈ സെക്കൻഡ് ഒരു റീഫ്രഷ് എന്നാണ് ഞാൻ പറയുന്നത്. റിഫ്രഷ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പാർട്ട്ണർ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന അവിടെയാണ്. മറ്റേ പാർട്ട്ണർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ബൈ ദ ടൈം ഹി ഓർ ഷീ ചൂസസ് ടു വർക്ക്, ആ റിലേഷൻഷിപ്പ് ഓൾറെഡി ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് കടന്നു പോയി കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ തിരിച്ച് മറ്റേ അഫക്റ്റഡ് പാർട്ട്ണർ അല്ലെങ്കിൽ അതർ പാർട്ട്ണർ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അതുവരെ ആ സമയം കൊടുക്കുക എന്നുള്ളതാണ്. ആക്ഷൻസ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. സംവെയർ ഇറ്റിൽ അത് കഴിഞ്ഞ് പിന്നെ യു ക്യാൻ ഒരു പ്രൊഫഷണലോ എന്തെങ്കിലും ഒരു മീഡിയേഷനോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നാവിഗേറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മളുടെ ടൈം ലൈനിൽ മറ്റുള്ളവരുടെ റെസ്പോൺസ് വരണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം ചിലപ്പോൾ ടൈം ലൈൻ കഴിഞ്ഞു പോയ ടൈം ലൈൻ ആയിരിക്കും, അവരുടെ ടൈം ലൈൻ കഴിഞ്ഞു പോയായിരിക്കും. ഒത്തിരി ആളുകൾക്കൊരു കൺസേൺ ഉള്ളൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിലൊരു മേജർ ട്രാൻസിഷൻ നടക്കുന്നൊരു സമയത്ത് കുട്ടികളത് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത്, അല്ലെങ്കിൽ ആ സമയത്ത് അത് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ഇപ്പോൾ ഡിവോഴ്സ് പോലുള്ള കേസസിൽ അത് കുട്ടികളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് അവർക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ടാണെന്ന്. അപ്പം ഒരുപാട് പേരൻസ് ഇതുപോലെ ഡിവോഴ്സിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മേജർ ഇപ്പം ചിലപ്പോൾ ഒരു കൺട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ലൈക്ക് അങ്ങനെ മൈഗ്രേഷൻ പോലെയുള്ള വലിയൊരു ലൈഫ് ചേഞ്ച് നടക്കുന്ന സമയത്ത് കുട്ടികളെ എങ്ങനെ ആ സമയത്ത് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത്
ഏത് തരം ചേഞ്ചും കുഞ്ഞുങ്ങളെ ബാധിക്കും. അത് പോസിറ്റീവ് ചേഞ്ച് ആണെങ്കിലും അതൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ സ്കൂൾ മാറ്റിക്കഴിഞ്ഞാൽ യെസ് ഇറ്റ് മാറ്റേഴ്സ്, ബിക്കോസ് ഡെയിലി നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ മൊത്തം വേൾഡ് പോയി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അവരറിയുന്ന ടീച്ചേഴ്സ് എല്ലാം മാറി. അപ്പോൾ വേറൊരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. എല്ലാ ട്രാൻസിഷനും സ്ട്രെസ്ഫുൾ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക്. ആ സ്ട്രെസ്ഫുൾ ആവുന്നതിൻ്റെ വേറൊരു കാരണം അവർ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ് സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. ആ സ്ട്രെസ്സിനെ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ, ഓക്കെ കുഞ്ഞിൻ്റെ കൂടെ, ഓക്കെ നിനക്കത് ബുദ്ധിമുട്ടാണ്, ഓക്കെ 6 മാസം സമയം തരാം, ഓക്കെ നേരത്തെ പറയുക കുഞ്ഞുങ്ങൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത വർഷം നമ്മൾ വേറെ സ്കൂളിലായിരിക്കും, സോ ദിസ് ഇസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്താണ്, ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് ഈസിയർ എന്നുള്ളത്. ഇതൊരു മൈനർ ആയിട്ടുള്ളൊരു ലൈഫ് ഡെസിഷനാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ മൈഗ്രേഷൻ എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യമാണ്. മൊത്തം ഫാമിലി ഓൾ ഓഫ് എ സഡൻ ദേ ഷിഫ്റ്റിംഗ് ടു. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ മലയാളം മീഡിയത്തിൽ അല്ലെങ്കിൽ മലയാളം മാത്രം സംസാരിച്ച് വളർന്നൊരു കുഞ്ഞായിരിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവരുടെ മൊത്തം കൾച്ചറൽ നരേറ്റീവ്സ് എല്ലാം മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും അപ്പോൾ പേരൻസ് അവൻ അഡ്ജസ്റ്റ് ആവുന്നില്ല, 2 മാസമായിട്ടും അഡ്ജസ്റ്റ് ആവുന്നില്ല. 2 മാസം ഇസ് നോട്ട് എ ടൈം ഫ്രെയിം ഫോർ എ ചൈൽഡ്. അപ്പോൾ 2 മാസമായി ഞങ്ങൾ വന്നിട്ട്, പക്ഷേ അവൻ സ്കൂളിൽ പോയി തുടങ്ങി ചിലപ്പോൾ 1 മാസം മുമ്പായിരിക്കും. അപ്പോൾ ആ ടൈം ഫ്രെയിം കൊടുക്കുക എന്നുള്ള ഒരു മാറ്റർ. പിന്നെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അതിന് ട്രാൻസിഷനോടനുബന്ധിച്ച് ടാൻട്രംസ് കാണിക്കുമ്പോൾ നമ്മളത് ഡിസ്മിസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കാവുന്നത്. അപ്പോഴാണ് ഒരു വേറെ ബിഹേവിയറിലേക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് ഓൺസെറ്റ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ ഒരു എക്സസീവായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്, നീ എന്തിനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം, ഒന്ന് നിർത്ത്, നീ ഇത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, കുഞ്ഞ് കരച്ചിൽ നിർത്തുമായിരിക്കും, പക്ഷേ പഠിപ്പ് താഴോട്ട് പോകും. സോ അങ്ങനെയാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ സപ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വേറെ കാര്യങ്ങളായിട്ടാണ് പൊങ്ങി വരുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇത്. പിന്നെ ലൈഫ് ഓൾട്ടറിങ് ആയിട്ടുള്ള ഇൻസിഡൻസസ് ലൈക്ക് സെപ്പറേഷൻ, ഡിവോഴ്സ് എന്നുള്ളത്, അതിന് കുറച്ചും കൂടി ഡയറക്റ്റഡ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് വേണം. എൻ്റെ പേഴ്സണൽ ബിലീഫ്, ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ ജീവിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് ആ 2 പേരൻസും കോ പാരൻറ്റിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ആ കുഞ്ഞിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഡിവോഴ്സ് എന്നുള്ള ഒരിക്കലും ട്രൊമാറ്റിക് എന്ന് ഞാൻ പറയില്ല. അത് ഡിവോഴ്സ് ആസ് സച്ച് ഇസ് നോട്ട് ട്രൊമാറ്റിക്. ഒരു കുഞ്ഞിൻ്റെ വേൾഡ് മൊത്തം 2ആയിട്ട് മാറുകയാണ് അവിടെ. പക്ഷേ ആ സമയത്ത് ആ വേൾഡിലെ 2 എലിമെൻറ്റ്സ്, അച്ഛനും അമ്മയും ആ കുഞ്ഞിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിവോഴ്സ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ചിൽഡ്രൻ. ഡിവോഴ്സ് ഇസ് ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽസ് അല്ലേ. അതെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട്, ദേ ബ്യൂട്ടിഫുള്ളി കോ പേരൻറ്റിങ്. സോ അത് നമുക്ക് നാവിഗേറ്റ് ചെയ്താൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ then there you have a healthy model for the child. അത്രേ ഉള്ളൂ അതിനകത്ത്. അത് ഇപ്പം ഞാൻ എല്ലാവരോടും അതായത് നമ്മുടെ നാട്ടിൽ അധികവും കാണുന്നൊരു, എൻ്റെ കൊച്ചിന് വേണ്ടിയാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കണം. എന്താ കൊച്ചു കണ്ടുകൊണ്ടിരിക്കണേ, എന്താ ബഹളവും, യെസ് അബ്യൂസ് ആയിരിക്കും ചിലപ്പോൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് they don't want my child, എനിക്ക് എൻ്റെ കുഞ്ഞ് ട്രോമാറ്റൈസ്ഡ് ആവരുത്. പക്ഷെ ഞാൻ ഐ മീൻ ഇൻ ദ മിഡിൽ ഓഫ്, അതിൻ്റെ നടുവിലായിരിക്കും നിൽക്കുന്നത്. ബട്ട് ഐ ഡോണ്ട് വോണ്ട് മൈ ചൈൽഡ്, ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ. അത് അതിൻ്റെ പാർട്ട് ഓഫ് ഡീൽ അല്ല അത്, ദാറ്റ് വിൽ ബി ദെയർ. സോ ഒരു പേരൻസ് 2 പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈവൻ ഇഫ് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും, ദാറ്റ്സ് എ ബെസ്റ്റ് ബ്ലെസ്സിങ് ദറ്റ് യു കൻ ഗിവ് ഇറ്റ് ടു എ ചൈൽഡ്. ആ കുഞ്ഞിന് ആക്ച്വലി ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ മോഡലാണ് അവിടെ കൊടുക്കുന്നത്, rather than staying in an abusive relationship for the sake of children. കാരണം എനിക്ക് വരുന്ന ഒരുപാട് ടീനേജേഴ്സ് പറയുമ്പോൾ ഒരു കാര്യമാണ് ഇതാണ്, എൻ്റെ പൊന്നു മാം, എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച് ജീവിക്കണവരല്ല, അവർ 2ആയിട്ടിരിക്കുന്നത് തന്നെ നല്ലത്. ഓപ്പണായിട്ട് പറയുന്ന കാര്യമാണ്, പക്ഷെ അത് അവർക്ക് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു എന്നുള്ളത്. സോ ചിലപ്പോൾ 2 പേരും നല്ല പേരൻസ് ആയിരിക്കും, പക്ഷെ അവർക്ക് കപ്പിളായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ഓക്കെ. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യെസ് യു ക്യാൻ സീക്ക് ഫോർ അതർ ബെറ്റർ ഓപ്ഷൻസ് എന്നുള്ള 2 പേർക്കും പേരൻറ്റിങ് എന്നുള്ളതിന് ഒരുമിച്ച് വരാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, പ്രോബ്ലം ഇസ് സോൾവ് ദെയർ. പക്ഷെ കുറേ കേസസിൽ കാണുന്നൊരു കാര്യം, ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലോ, ആൻഡ് ഓൾവേസ് ഐ ആം റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതേ വാല്യൂസ് കുട്ടികളിലേക്ക് കൊടുക്കണം. അത് പേരൻറ്റേഴ്സ് ഭയങ്കര ടോക്സിക് ആണ്, എന്നോട് ഇങ്ങനെയായിരുന്നു എന്നുള്ള തരത്തിൽ കുട്ടികളോട് പറയുന്ന കേസസ് ഒരുപാട് കാണാറുണ്ട് അല്ലേ. അതായത് എല്ലാവരും, അതായത് ഞാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൂടെയുള്ള കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ടിരിക്കുന്നത്. പക്ഷെ അത് വി ആർ ആക്ച്വലി കുട്ടിയോട് യെസ് ഒരു വലിയ ഇൻജസ്റ്റിസ് ആണ് അത് ആക്ച്വലി. കാരണം ഒരു കുട്ടിക്ക് അച്ഛനും അമ്മയും തമ്മിൽ ഒരിക്കലും വേ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു വേ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഉണ്ടാകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഐഡിയൽ സിനാരിയോസ്. കുഞ്ഞിൻ്റെ
നിങ്ങൾ അതായത് ഒരു റിലേഷൻഷിപ്പിൽ 2 പാർട്ട്നേഴ്സും തമ്മിൽ ഡൈനമിക്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുക. ഡൈനമിക്സിൽ നിന്ന് മാറ്റി നിർത്തുക, കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ല കേട്ടോ പറയണേ, ഡൈനമിക്സിൽ നിന്ന് മാറ്റി നിർത്തുക. ആൻഡ് അവരോട് ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യു എന്നുള്ളത്. ബിക്കോസ് എല്ലാ കുഞ്ഞുങ്ങളുടെയും ഉള്ളിൽ ഉള്ളൊരു ബിലീഫായിട്ട് ഞാൻ കാരണമായിരിക്കുമോ, ചിലപ്പോൾ അവർ വഴക്ക് ഓടുന്ന എന്തിനാ, നീ കുഞ്ഞിനെ ഹോംവർക്ക് ചെയ്യിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. കുഞ്ഞ് കാണുന്നത് അതായിരിക്കും, ഞാൻ ഹോംവർക്ക് ചെയ്യാത്ത കാരണമാണ് അമ്മയും പപ്പയും ഭയങ്കര അടിയായത്, അല്ലെങ്കിൽ അതാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്തെങ്കിലും കാര്യം വെച്ചിട്ട്. അതിന് പുറകിൽ ഒരുപാട് കാരണമുണ്ട്. പക്ഷേ കുഞ്ഞ് ഈസ് നോട്ട് മെച്യൂർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ അവർ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള ഓരോ പ്രാവശ്യം നിങ്ങൾ വഴക്കൂടുന്ന ഓരോ പ്രാവശ്യവും യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദിസ്, ഓക്കെ ഈ വഴക്കും ഹാസ് നത്തിങ് ടു ഡു വിത്ത് യു എന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരുപാട് കേൾക്കുന്നതാണ്, എല്ലാം നീ കാരണം എന്ന്. കുഞ്ഞ് ഭയങ്കര ലൈറ്റായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നീ കാരണമല്ലേ ഇപ്പോൾ സംഭവിച്ചതെന്ന്. സോ അത് കുഞ്ഞുങ്ങൾ ഒരുപാട് ഉള്ളിലോട്ട് എടുക്കും. അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ആ ഒരു ബിലീഫ് ഭയങ്കര കോർ ബിലീഫായിട്ട് അവരുടെ ഉള്ളിലോട്ട് പോകും. അത് വലുതായി പിന്നെ വാട്ട് വിൽ ദേ ഡു, ദേ വിൽ സ്റ്റാർട്ട് ടു അസോസിയേറ്റ് അല്ലെങ്കിൽ ടേക്ക് അസ്യൂം ദ റെസ്പോൺസിബിലിറ്റി ഫോർ അതേഴ്സ് ഇമോഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് ആ കുഞ്ഞ് വലുതായി കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ പാർട്ട്ണറിന് വിഷമമായിട്ടിരിക്കുന്നു, ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത്. സോ ദെൻ ഐ സ്റ്റാർട്ട് ടു ഡു സർട്ടൺ തിങ്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ കോ ഡിപ്പെൻഡൻസി എന്ന് നമ്മൾ വളർത്തുന്നത്. കോ ഡിപ്പെൻഡൻസി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ വേറൊരാളുടെ ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ ദേഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളൊരു ബിലീഫ് എൻ്റെ കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ the same thing he or she will do it with her or his partners. റീസെൻ്റ്ലി എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞു, കുട്ടീനെ ഒന്നൊരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയാം, അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യത്തിലൊരു അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു സജഷൻ പറഞ്ഞപ്പോഴേക്കും ആൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു, എൻ്റെ കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്, റൈറ്റ് ടൈമിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു നെസസിറ്റി? സൈക്കോളജി ഒന്നും അത്ര മോശമാണല്ലേ? ഐ അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റിഗ്മ മനസ്സിലാവുന്നുണ്ട് എനിക്ക്. കാരണം നമ്മൾ ഈ നേരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റെ കാണാൻ പോകുന്ന പറഞ്ഞാൽ ഏതെങ്കിലും ഷെയ്ഡി ആയിട്ടുള്ളൊരു ക്ലിനിക്ക്, തലയിൽ തുണിയിട്ട് കവർ ചെയ്ത്, അങ്ങനെയാണ് പെർസെപ്ഷനും ആയിരുന്നത്. സോ അങ്ങനെയാണ് വന്നിരുന്നത്. കാരണം ഈ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്യാട്രി ആൻഡ് സൈക്കോളജി എന്നുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഇപ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. എന്നിട്ടും ഒരുപാട് പേര് ക്ലിയർ അല്ല. ഓക്കെ, സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടത് എപ്പോഴാണ്, എവിടെയാണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു 15 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ദാറ്റ് ഇസ് ഇൻ സിമ്പിൾ വേ ഇറ്റ്സ് ലൈക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ കാര്യം അടുത്ത് നോക്കുക. പല്ലിന് ഒരു കേട് വരുമ്പോൾ നമ്മൾ പോകാറില്ലേ, അതിനടുത്ത് ഞാനിത് എൻ്റെ പല്ലിൻ്റെ എൻ്റെ കൊച്ചിനെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കേണ്ട ഒരു അവസ്ഥ വരാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ആ പല്ല് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് മനസ്സിലും, അതുപോലെ തന്നെയാണ്. അവിടെ ഇവിടെയുള്ള ചെറിയ ചെറിയ ഡിഫിക്കൽട്ടീസ് അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു വലിയൊരു ക്യാവിറ്റീസ്, വലിയൊരു ഇതായിരിക്കും നമ്മൾ ചിലപ്പോൾ ഫില്ല് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ആയിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞ് അവരത് റിക്കവർ ചെയ്ത് വരുന്നു. പക്ഷേ പിന്നെയും അവർ വരുന്നത് സിമിലർ ടൈപ്പ് ഓഫ് പാറ്റേണിലുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ അവർ ആ പ്രോസസ്സ് ചെയ്തിട്ടില്ല എന്താണ് പറ്റിയതെന്നുള്ളത്. അപ്പോൾ അവിടെ ഇഫ് യു ടേക്ക് എ ഹെൽപ്പ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് എന്നുള്ള ഒരു ഓവർവ്യൂ ആയിട്ടുള്ളൊരു ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ബ്രേക്ക് ദറ്റ് പാറ്റേൺ. ഓക്കെ, എവിടെയാണ് ഞാൻ ആക്ച്വലി ഡിഫറൻസ് കൊണ്ടുവരേണ്ടത്, മേ ബി ഞാൻ ബൗണ്ടറീസിലായിരുന്നു ഞാൻ ലാക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസ് എടുക്കുന്നതിലാണോ, ഓർ ഒരുപാട് വാസ് ഐ ടു ക്ലിങ്ങി ദെയർ എന്നുള്ളത്, എൻ്റെ അറ്റാച്ച്മെൻ്റ് ആണോ മുമ്പിലോട്ട് വരുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ അടുത്ത റിലേഷൻഷിപ്പ് ഗെറ്റ്സ് ബെറ്റർ ദെയർ. സോ ഇൻറ്റേർണൽ വർക്ക് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്, പേരൻസിൻ്റെ എസ്പെഷ്യലി. സോ ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ അത് ഒരുപാട് വലിയൊരു കഥ പറയും നമുക്ക്. ചിലപ്പോൾ ചില പേരൻസിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കും, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വരുന്നത് എന്തെങ്കിലുമൊക്കെ ടാൻട്രംസ് കൂടുതലാണ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് ആ പേരൻറ്റിന് തന്നെ ചില പെയിൻഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡിൻ്റെ ഹിസ്റ്ററി ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫാമിലിയിൽ ആക്ച്വലി ഒരു സ്റ്റോറി നാരേറ്റീവ് തന്നെ മാറുകയാണ്. ആക്ച്വലി ആ പേരൻറ്റും ആ ചൈൽഡും തമ്മിൽ പിന്നെയും കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നു. ബ്യൂട്ടിഫുൾ തിങ്സ് ഹാപ്പൻ വെൻ യു ടേക്ക് സ്മോൾ സ്റ്റെപ്സ് ഇൻ സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ. പ്രശ്നം ഉണ്ടാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇഫ് യു ആർ സ്ട്രഗ്ലിങ്, എവിടെയെങ്കിലും ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. ദർ ആർ ഗുഡ് കോച്ചസ് ഓൾസോ.
എല്ലാത്തിനും സൈക്കോളജിസ്റ്റ് വേണം ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ യു ഷുഡ് നോ, അതായത് എന്താണ് ആ പേഴ്സൻ്റെ അപ്രോച്ച്, എന്താണ് ആ പേഴ്സൺ, എവിടെയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരിക്കലും സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ നമുക്ക് കാണുന്നത് നല്ലതായിരിക്കും അത്. എനിക്ക് എങ്ങനെയാണ് എൻ്റെ കുട്ടിക്കൊരു ഹെൽത്തി കോപ്പിംഗ് സ്ട്രാറ്റജി മോഡൽ ചെയ്യാൻ പറ്റുക? ഇമോഷൻസുമായിട്ട് എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള അസോസിയേഷൻ, അതായത് ദേഷ്യം, നമ്മളെല്ലാവരും കാറ്റഗറൈസ് ചെയ്യും ഇമോഷൻസിനെ. ചില ഇമോഷൻസ് നമ്മൾ അലൗഡ് ആണ്, ചില ഇമോഷൻസ് അലൗഡ് അല്ല. അപ്പോൾ ഓരോരോ വീട്ടിലും ചിലപ്പോൾ ഓരോന്നായിരിക്കും. ചില വീട്ടിൽ ദേഷ്യമായിരിക്കും, ചില വീട്ടിൽ ദേഷ്യം പറ്റും പക്ഷെ സങ്കടപ്പെട്ടിരിക്കാൻ പറ്റില്ല. ചില വീട്ടിൽ നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ ജലസി പാടില്ലാത്ത ചില ഫാമിലീസ് ഉണ്ട്. ജലസി ഇല്ല, യു കെ നോട്ട് ഫീൽ ജലസ് എന്നുള്ളത് റിലീജിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും അത്. ഓക്കെ, അപ്പോൾ ആ അസോസിയേഷൻ, നമ്മളെല്ലാ ഇമോഷൻസുമായിട്ടും നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു അസോസിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ വി വിൽ മേക്ക് മെസ് വെൻ ഇറ്റ് കംസ് ടു ഇമോഷൻസ്. ചിലപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന, നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നത് ചിലപ്പോൾ അത് ഡീൽ ചെയ്യേണ്ട പോലെ ആയിരിക്കില്ല. പക്ഷേ ആ ഒരു അയ്യോ ഞാൻ അന്നിങ്ങനെ ചെയ്യണ്ടായിരുന്നു, ചെയ്ത് കഴിഞ്ഞാൽ ഇനി എൻ്റെ കൊച്ചെന്നാ കാണുന്നത്. ഗിവ് സ്പേസ് ടു മെസ്സപ്സ് ഉണ്ടാകും എപ്പോഴും. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി കണ്ടുവരുന്നൊരു കാര്യമാണ്, എൻ്റെ കുഞ്ഞിന് ഒരിക്കലും ട്രോമ ഉണ്ടാവാൻ പാടില്ല. ഐ ഹവ് ഹാഡ് ട്രോമ ബട്ട് മൈ ചൈൽഡ് ഷുഡിൻ ഹാവ് ട്രോമ. സോ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഫിക്സേഷൻ മാറ്റി വയ്ക്കടോ. ഓക്കെ, ട്രോമ ഫ്രീ ചൈൽഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഐഡിയൽ അല്ല. ഓക്കെ, ഐഡിയലാണ് പക്ഷെ പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, കാരണം എനിക്ക് കിട്ടിയ ട്രോമ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത്, വേറെ രീതിയിലായിരിക്കും. ചിലപ്പോൾ അത് ട്രോമ തന്നെ ആവണം എന്നില്ല, അത് ചിലപ്പോൾ അത് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും. നെഗറ്റീവ് എക്സ്പീരിയൻസസ് എല്ലാം ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് അല്ല. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40s അമ്മയും അപ്പോൾ പ്രീറ്റീനിലെത്തുന്ന മോളും അല്ലെങ്കിൽ കുട്ടിയൊക്കെ ആയിട്ടായിരിക്കും. അപ്പം ഈ പ്രീറ്റീൻ എന്നുള്ളത് പോലെ തന്നെ അത്രയും കോംപ്ലെക്സ്, ചിലപ്പോൾ അതിനേക്കാളും കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ഫേസാണ് പെരിമെനോപോസ് എന്ന് പറയുന്നത്. ഓക്കെ, 40 കഴിയുമ്പോഴേക്കും സ്ത്രീകളുടെ ശരീരം ചേഞ്ച് ചെയ്യുന്നു. അത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന ഇമോഷൻസ് ഒരുപാട് ഭയങ്കര ആയിട്ടുള്ളൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും. അത് കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇഫ് ഐ എം ഗോയിങ് ത്രൂ ഇറ്റ്, ഓക്കെ സി ഇതാണ് എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത്, ഇത് ചിലപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ദേഷ്യപ്പെടുന്നത്. അപ്പോൾ റിമൈൻഡ് മീ. ഇപ്പം എൻ്റെ മോൻ യൂസ് ചെയ്യുന്ന, ഞാൻ ചെറുപ്പത്തിൽ യൂസ് ചെയ്തിരുന്നൊരു വേർഡാണ് വോൾക്കാനോ എന്നുള്ളത്. ഞാൻ പൊട്ടിത്തെറിക്കുമ്പോൾ അവൻ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് വോൾക്കാനോ. ഓക്കെ, അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ഇറ്റ് ലൈക്ക് ഓക്കെ ഇറ്റ് ഹിറ്റ് സംവെയർ അല്ലേ. അപ്പോൾ എനിക്ക് ഓക്കെ ഞാൻ ഔട്ട് ഓഫ് ദ ലൈൻ പോവാണ്, ഐ ഹാവ് ടു റെഗുലേറ്റ് മൈസെൽഫ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉടനെ വേറെ റൂമിൽ പോയി കഥ കടയ്ക്കും. സോ ഐ ജസ്റ്റ് വോണ്ട് ടു റിമൂവ് മൈസെൽഫ് ദെയർ. സോ അങ്ങനെ ഒരുപാട് യു ക്യാൻ ഹാവ് സം മൾട്ടിപ്പിൾ സ്മോൾ പ്രാക്ടീസസ് ദെയർ. പിന്നെ ട്രിഗറിനെ കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പങ്ക്ച്വാലിറ്റി ആണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ സമയത്ത് സ്കൂളിൽ പോകുന്നില്ല എന്നുള്ളത് എനിക്കൊരു വലിയ ട്രിഗറായിരിക്കും. അപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടാൻ പോകുന്നത്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അത് ട്രിഗർ ആണെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് ട്രിഗർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളും നമുക്കിങ്ങനെ സമയത്ത് പോകണം. അപ്പോൾ അതൊരു വാല്യൂ ആയിട്ട് കൊണ്ടുവരിക. ആ പങ്ക്ച്വാലിറ്റി ഇപ്പോൾ അതാണ് എന്നുള്ളത് അതൊരു വാല്യൂ ആയിട്ട് കൊണ്ടുവരിക. കുഞ്ഞുങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലോ, നമ്മൾ പ്രെഡിക്റ്റബിൾ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി കോപ്പറേറ്റ് ചെയ്യും. ഓക്കെ എൻ്റെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ദിസ് ഇസ് സംതിങ് ദറ്റ് വി ഹാവ് ടു വർക്ക് ഓൺ, ദിസ് ഇസ് വൺ ഓഫ് ദ തിങ്സ് ദറ്റ് വി ഫോളോ ഇൻ ഫാമിലി എന്നൊരു ഗൈഡ് ലൈൻ കുഞ്ഞിനുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചായിരിക്കും കുഞ്ഞിൻ്റെ എല്ലാ ബിഹേവിയേഴ്സും. സമയത്ത് പോവുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അതൊരിക്കലും ഈ സമയത്ത് പോയേ പറ്റുള്ളൂ, സമയത്ത് പോയാലും അടിച്ച് ശരിയാക്കുമെന്നല്ല. അത് എന്താണ് പങ്ക്ച്വാലിറ്റിയുടെ വാല്യൂ എന്നുള്ളത്, പങ്ക്ച്വാലിറ്റി എന്താണെന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സംസാരിച്ചു ഇത് ചെയ്യുന്നുണ്ടിരിക്കണം. പിന്നെ ഇമോഷൻസിന് പറയുമ്പോൾ നമ്മൾ ഈ ഡെഫിഷ്യൻസീസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ശരീരത്തിൽ ചില മിനറൽസിൻ്റെ ഡെഫിഷ്യൻസീസ് നമ്മൾക്ക് മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കും. ഇപ്പോൾ മെഗ്നീഷ്യം, B12, പിന്നെ D3, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബ്ലഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് കറക്റ്റ്, നമ്മൾ അധികവും വിറ്റമിൻ D ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ വിറ്റമിൻ D ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ ഒരുപാട് കാൽസ്യം അബ്സോർപ്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നടക്കാത്തതുകൊണ്ട് തന്നെ ശരീരത്തിലും മനസ്സിലും പിന്നെ ബ്രെയിനിലും അതിൻ്റേതായ ബയോകെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അത് കാരണം ഓൾസോ നമ്മൾക്ക് മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. മൂഡ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ നമുക്ക് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതാണ് ഒരു ഹെൽത്തി കോപ്പിംഗ് എന്നുള്ളൊരു ഹോളിസ്റ്റിക് വ്യൂ എന്നുള്ളത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ചൈൽഡ് കാണുന്ന ഒരു പേരൻറ്റ്
വിൽ ഓൾവേസ് ഒരു 80% ഹെൽത്തി 70% ഹെൽത്തി ആയിരിക്കും. അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. അത് നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ കുട്ടികൾ വളരെ കോംപ്ലക്സ് ആണ്, അവരങ്ങോട്ട് മാറിപ്പോയി, ഇനിയത്തെ ജനറേഷനൊക്കെ പോക്കാണ് എന്നുള്ളത് എല്ലാ ജനറേഷനും അവർക്ക് താഴെ വരുന്ന ജനറേഷനെ കുറിച്ച് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മിലേനിയൽ പേരൻസ് ജൻ ആൽഫ അല്ലെങ്കിൽ ജെൻസി കുട്ടികളെ വളർത്തുന്ന ഒരു കാലഘട്ടം. അതിനു മുന്നേ ഉള്ളൊരു ജനറേഷനെ ചില സമയത്ത് നമുക്ക് സപ്പോർട്ടിനായിട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പേരൻറ്റിങ്ങിൽ ഉണ്ടാവാറുണ്ട്. ഇത് ആക്ച്വലി ഇത് ഒരു കോംപ്ലക്സ് ചെയിനായിട്ട് മാറിയിട്ടുണ്ട്. മുന്നത്തെ ജനറേഷനെ കഴിഞ്ഞും കുറച്ചും കൂടെ കോംപ്ലക്സ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പം എങ്ങനെ നമുക്ക് അതിൽ കൂടെ ഒന്ന് ഹെൽത്തി ആയിട്ട് വലിയ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം? പേരൻറ്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പ്രഗ്നൻസി പീരീഡ് ഉണ്ടല്ലോ, പ്രീനേറ്റൽ പീരീഡ് എന്നുള്ള ഒരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പീരീഡാണ്. ആ പീരീഡിലാണ് ആക്ച്വലി പേരൻറ്റിങ്ങിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് മാത്രമല്ല പേരൻറ്റിങ്ങിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന് മുമ്പ്. അതായത് വാട്ട് കൈൻഡ് ഓഫ്, അതാണ് ഞാൻ എപ്പോഴും വരുന്ന ആൻറ്റിനേറ്റൽ അല്ലെങ്കിൽ പ്രീനേറ്റൽ ക്ലയൻസിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്. വർക്ക് ഓൺ എന്താണ് നിങ്ങൾ കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുന്നത്, വാട്ട് കൈൻഡ് ഓഫ് പേരൻറ്റ് ദറ്റ് യു വാണ്ട് ടു ബി. നിങ്ങളുടെ പേരൻറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നതിൽ നിന്നും എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടിരുന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പേരൻറ്റിങ് ബൗണ്ടറീസ്, എന്തൊക്കെ കാര്യങ്ങൾ ഞാനും എൻ്റെ പാർട്ട്ണറും തമ്മിൽ എടുക്കേണ്ട ഒരു ഡെസിഷൻസ്, അത് സെക്കൻഡറി സർക്കിളിൽ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി രണ്ട് ഇൻലോസും തമ്മിൽ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും, എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് വേണമെന്നുള്ളത് അത് ന്യൂ പേരൻസ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതും കഴിഞ്ഞ് പക്ഷേ അങ്ങനെ നമുക്ക് എപ്പോഴും അത് ഒരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഗ്രാൻഡ് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഗ്രാൻഡ് പേരൻസ് ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ റിലേഷൻഷിപ്പ് ഇസ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. ഓക്കെ, അത് എല്ലാ കുഞ്ഞുങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതായത് വാട്ട് കൈൻഡ് ഓഫ് പേരൻറ്റ് ഐ ആം ആൻഡ് വാട്ട് ഐ ആം നോട്ട് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക ഫസ്റ്റ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഞാനും എൻ്റെ പാർട്ട്ണറും ഒരേ സൈഡായി ആവണം എന്നില്ല എപ്പോഴും എല്ലാ കാര്യത്തിലും. ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ, രണ്ടുപേരും ഒരിക്കലും ഒരേപോലെ പാരൻ്റ് ആവണമെന്നില്ല. പക്ഷേ ചില നോൺ നെഗോഷ്യബിൾസ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ജെൻറ്റിലായിട്ട് റെസ്പെക്റ്റ്ഫുൾ ആയിട്ട്, അതായത് കുഞ്ഞിന് ഭക്ഷണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുഡ് ചോയ്സസ്, ഒരു ഫുഡ് എടുക്കുമെന്ന് വെച്ചു, ഓക്കെ, കുഞ്ഞിനെ ഫോഴ്സ് ചെയ്ത് ഫീഡ് ചെയ്യിപ്പിക്കുന്ന പ്രാക്ടീസ് വേണ്ട എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ രണ്ടുപേരും ആസ് എ ഒരു പാർട്ട്ണർ രണ്ടുപേരും ചേർന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, രണ്ട് സെറ്റ് ഓഫ് പേരൻസിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. എന്നാൽ പോലും ചില കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, പക്ഷെ അതിൻ്റെ അർത്ഥം കുഞ്ഞ് മൊത്തത്തിൽ കൈ വിട്ടു പോയി എന്നല്ല. അതാണ് എല്ലാവരും ഒരു പേടി. അയ്യോ, ഞാൻ ഓരോ ആഴ്ച എൻ്റെ കുഞ്ഞിനെ അവരുടെ വീട്ടിൽ കൊണ്ട് വിട്ടു, പിന്നെ എൻ്റെ കുഞ്ഞ് വന്നത് വേറൊരു കുഞ്ഞായിട്ടാണ്. പക്ഷേ ഈ വേറൊരു വന്ന കുഞ്ഞ് അങ്ങനെ മാറാൻ തുടങ്ങി ഇങ്ങോട്ട് മാറാൻ പറ്റും, അത് മറന്നു പോകുന്നു. ചില ഇൻഫ്ലുവൻസസ് ടെമ്പററി ആയിരിക്കും. പിന്നെ ഇതല്ല, ഒരുപാട് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഇല്ല, ഡിസിപ്ലിനിൽ പറ്റില്ല, ഭയങ്കര കോൺഫ്ലിക്റ്റ് ആവുകയാണ്, ഗ്രാൻഡ് പേരൻസ് അങ്ങനെ ചെയ്യുന്നു, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, അത് കുട്ടിയെ കൺഫ്യൂസ് ചെയ്യിക്കും. അത് കൺഫ്യൂസ് ചെയ്യുമ്പോൾ യു നീഡ് ടു ഗെറ്റ് ഹെൽപ്പ്. ചില കോൺഫ്ലിക്ട്സ് നമുക്ക് മീഡിയേറ്റ് ചെയ്താൽ മാത്രമേ അതൊരു റിസൊല്യൂഷനിലേക്ക് വരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ രണ്ട് റിലേഷൻഷിപ്പ് അങ്ങ് കട്ടായി പോകും. ഓക്കെ, നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ നീ അങ്ങ് കേട്ടോ, അല്ല അപ്പാപ്പനും അമ്മമ്മയും പറയുന്നത് ഞാൻ കേട്ടോ എന്ന് പറയുന്ന ഒരു ഇത്, ആ റിലേഷൻഷിപ്പാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. സോ ആൻഡ് കുഞ്ഞുങ്ങൾ സ്മാർട്ടാണ്. ഓരോ ജനറേഷൻ, അപ്പോൾ മില്ലനിയൽസിനേക്കാളും സ്മാർട്ടാണ് ജെൻസിയേക്കാൾ സ്മാർട്ടാണ് ജെൻ ആൽഫയും. അപ്പോൾ അത് റിയലൈസ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ, അതായത് ജെൻ ആൽഫ എന്നുള്ളവർ കുറച്ചും കൂടി ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും, പക്ഷേ മില്ലനിയൽസ് എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ മില്ലനിയൽ പേരൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പേരൻസ് ആണ്. കാരണം ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്തൊരു ജനറേഷനാണ് മില്ലനിയൽ പേരൻസ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. എവിടെ ഇട്ടാലും എങ്ങനെ ഇട്ടാലും വളർന്നോളൂ. പക്ഷെ അതേ കാര്യം വെച്ച് തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ജഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത്, ഇതൊക്കെ ഒരു പ്രശ്നമാണോ, ഞാൻ എന്നാ പുഴയൊക്കെ നീന്തി കടന്നാ സ്കൂളിൽ പോയത്. ചൈൽഡ് വിൽ സേ, എന്തിനാ പുഴ നീന്തി കിടന്നത്, ഐ ഡോണ്ട് ഹാവ് ടു ക്രോസ് ദ റിവർ, നോ, പുഴ നീന്തി കിടക്കണ്ട, എനിക്ക് പുഴ നീന്തി കിടക്കണ്ട, എനിക്ക് കാറുണ്ട് വീട്ടിൽ പോകാനായിട്ട്, വൈ വുഡ് ഐ തിങ്ക് ദാറ്റ്. സോ അത് രണ്ട് ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. സോ എല്ലാ ജനറേഷനും സ്ട്രെങ്ത് ഉണ്ട്. ഒരു ജനറേഷന് ഒരിക്കലും പറയാൻ പറ്റില്ല അയ്യോ പണ്ടത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്നതായിരുന്നു എന്നുള്ളത്. ഓരോരോ ആസ്പെക്റ്റിലായിരിക്കും ചിലപ്പോൾ സ്ട്രെങ്ത്. ഇപ്പോൾ അതിനേക്കാളും ഇപ്പോൾ ബൂമേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ജനറേഷൻ ഉണ്ടല്ലോ, അവർ ഫിസിക്കൽ സ്ട്രെങ്ത്തിൽ, അവരുടെ അത്ര ഫിസിക്കൽ സ്ട്രെങ്ത് വേറെ ഒരു ജനറേഷനും ഇല്ല ഇപ്പോൾ. കാരണം അവർ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ്സ് ചെയ്തവരാണ്. അത് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മില്ലനിയൽസിലോട്ട് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഓഫീസ് വൈറ്റ് കോളർ എന്നൊക്കെ വരുമ്പോൾ പക്ഷേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ദെൻ മെൻ്റലി അപ്പോൾ മെൻ്റൽ റെസിലിയൻസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇമോഷണൽ റെസിലിയൻസ് കൂടുതലാണ്, മെൻ്റൽ റെസിലിയൻസ് കുറവായിരിക്കും. അത് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ. അതേപോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഇമോഷണൽ റെസിലിയൻസ് എന്നുള്ളത്.
ദേഷ്യം വരുമ്പോഴേക്കും ആൻസൈറ്റി വരുമ്പോഴേക്കും പടപടേന്ന് ഇടിക്കുകയാണ്. എനിക്കറിയാൻ പാടില്ല എന്താണ് എൻ്റെ ആൻസൈറ്റി വെച്ച് ചെയ്യേണ്ടതെന്ന്. അത് ചിലപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു തരും എനിക്ക്. ഓക്കെ, ഇന്ന് രാവിലെയും കൂടി ഞാൻ ചോദിച്ചു, എനിക്ക് ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പ്രിറ്റി നോർമൽ എന്നാണോ പറയാം. എന്നെ കൊണ്ട് എന്നോട് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്. വെരി ട്രൂ. ഓക്കെ, അപ്പോൾ അത് ഞാൻ അവൻ്റെ നിന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ അവളുടെ എൻ്റെ മോളുടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അവർ കുറച്ചുകൂടി ഇമോഷൻസുമായിട്ട് കുറച്ചുകൂടി നല്ല റിലേഷൻഷിപ്പാണ്. മേ ബി നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടും കൂടെ കൊണ്ടേ ആയിരിക്കാം. ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. പക്ഷേ നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. സോ that's how each generation complements the other generation. ഒരിക്കലും ഒരു ജനറേഷന് എനിമി ആകരുത്. എനിമി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾ പോകും, എസ്പെഷ്യലി പേരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. ഗ്രാൻഡ് പേരൻസിൻ്റെ ജനറേഷൻ ബൂമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മില്ലനിയൽ പേരൻസ് ആയിരിക്കും. പേരൻറ്റിങ് ദി ജെൻ സി ആയിരിക്കും, അല്ലെങ്കിൽ ജെൻ ആൽഫ ആയിരിക്കും. അപ്പോൾ ഈ 3 ജനറേഷൻ ഒരിക്കലും റൈറ്റ് റോങ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കോംപ്ലിമെൻറ്റ് ഈച്ച് ജനറേഷൻ സ്ട്രെങ്ത് ആൻഡ് വർക്ക് ഓൺ വെയർ we have to work on. അത്രേ ഉള്ളൂ. നാർസിസിസ്റ്റ് ആയിട്ടുള്ളൊരു പേരൻ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതിലേറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളത് നമ്മുടെ ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മൾ ചിലപ്പോൾ റിയലൈസ് ചെയ്തു എന്ന് പോലും വരില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് പലപ്പോഴും അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ഞാനൊരു നാർസിസിസ്റ്റിൻ്റെ കൂടെയാണ് ഇത്രയും കാലം ജീവിച്ചതെന്നുള്ളത്. റിലേഷൻഷിപ്പിലായാലും നമ്മൾ പേരൻ്റ് ചെയ്താണെങ്കിലും ഇപ്പോൾ പേരൻസ് നാർസിസിസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കുമല്ലോ. എങ്ങനെ ഹീൽ ചെയ്യും, എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യും? ഈ നാർസിസിസ്റ്റിക് പേരൻസ് ആയിട്ടുള്ളവരെപ്പോഴും ബൗണ്ടറി ബുള്ളീസ് ആയിരിക്കും. ഓക്കെ, ബൗണ്ടറി ബുള്ളീസ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ബൗണ്ടറി ആണെന്നുള്ളൊരു കൺസിഡർ പോലും ചെയ്തില്ല. അവർക്കത് മനസ്സിലാക്കുക പോലും ഇല്ല. ഹൗ ക്യാൻ യു ഡു ദാറ്റ് എന്ന് മാത്രമാണ് അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. അല്ലെങ്കിൽ അതൊരു ടെക്നിക്കാണത്, ഇമോഷണലി ഡിസെൻഗേജ് എന്ന് പറയും. അതായത് അവരുടെ ആ ഒരു സപ്ലൈ അങ്ങ് കട്ട് ഓഫ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ താനൊരു കാര്യം പറയുന്നു, ഞാനത് കേൾക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്നൊരു ഡാൻസ് ഉണ്ട്, ഒരു കോൺവെർസേഷൻ ഡാൻസ് ഉണ്ട്. ആ ഡാൻസ് അങ്ങ് കട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ, ഇമോഷണലി കട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ യു ഡോണ്ട് നീഡ് ടു. പിന്നെ ഈസിയസ്റ്റ് വേസ് ടു ട്രീറ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ ആസ് സംബഡി എൽസ്, ടെറിഷറി അല്ലെങ്കിൽ സെക്കൻഡറി സർക്കിളിലുള്ള വേറൊരു സർക്കിളിലുള്ള വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഈസിയസ്റ്റ് വേ. ഓക്കെ, പിന്നെ ഇമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ന് പറയും. ഇമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരൻറ്റ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ പേരൻറ്റ് ഇമോട്ട് ചെയ്യുന്നത് തന്നെ ഐ വിൽ ഓൾസോ ബി ഫീഡിങ് ദാറ്റ്, ഐ വിൽ ഓൾസോ ബി ഫീലിംഗ് ദാറ്റ് എന്നുള്ളത്. സോ ഈ 2 ആസ്പെക്റ്റ്. പിന്നെ ഇത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇതിൻ്റെ കൂടെ എപ്പോഴും ഗിൽറ്റ് ഉണ്ടാകുമെന്നുള്ളത്, ദാറ്റ് ഗിൽറ്റ് ഇസ് പാർട്ട് ഓഫ് ബൗണ്ടറീസ്. അതിപ്പം നാർസിസിസ്റ്റിക് പേരൻറ്റ് തന്നെ ആവണമെന്നില്ല, ആരോട് ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഗിൽറ്റ് ഉണ്ടാകും. ആ ഗിൽറ്റുമായിട്ട് നമ്മളൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഗിൽറ്റുമായിട്ട് നമ്മളൊരു പോസിറ്റീവ്, ഓക്കെ നല്ല പാടാണ്, ഓക്കെ ആ പാടാ എന്നുള്ള ഒരു ഇമോഷൻ വേണം നമ്മൾ ജസ്റ്റ് സെറ്റ് വിത്ത് എന്നുള്ളത്. പിന്നെ ഒരുപാട് ഓക്കെ ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളൊരു സ്റ്റബേൺനെസ് വെക്കാണ്ടിരിക്കുക. ബിക്കോസ് ഇതത് നമുക്കിത് പുതിയതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തെറപ്പിയിൽ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഐ ഹാവ് ടു ഡീൽ വിത്ത് മൈ പേരൻറ്റ്, ഐ ഹാവ് ടു സെപ്പറേറ്റ് മൈസെൽഫ് ഫ്രം മൈ പേരൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതൊരിക്കലും ഒറ്റയടിക്ക് നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് സെൽഫിലാണ്. ആ സെൽഫിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരുടെ ഇമോഷൻസിന് നമ്മളുടെ ഇമ്പാക്റ്റ് കുറഞ്ഞ് വരുമ്പോൾ മാത്രം നമുക്ക് ആ ഇമോഷണൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചറിൽ എത്ര വയസ്സായാലും ഒരു നാർസിസിസ്റ്റിക് പേരൻറ്റോ എന്ത് പേരൻ്റ് ആണെങ്കിലും, ഈവൻ ഇഫ് ഐ എം 40 or 45 ഓൾസോ, ഐ വിൽ സ്റ്റിൽ വാണ്ട് ടു ഹാവ് മൈ പേരൻറ്റ്സ് അപ്രൂവൽ. ഓക്കെ, അപ്പോൾ ഇമാജിൻ ആ ഒരു നോർമൽ ഇതിനേക്കാളും ഒരു 10 times അല്ലെങ്കിൽ 20 times ഫോഴ്സ്ഫുൾ ആയിരിക്കും ആ വെൻ യു ഡീൽ വിത്ത് എ നാർസിസിസ്റ്റിക് പേരൻറ്റ്. അതിപ്പോൾ ഒരു ചില അൺഹെൽത്തി നറേറ്റീവ്സ് ഉള്ള പേരൻറ്റുമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അത് ബുദ്ധിമുട്ടാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ഇറങ്ങുക. പിന്നെ ഈ ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അയ്യോ ഞാനങ്ങനെ ചെയ്യണമായിരുന്നു, അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അന്നേരം ഞാനങ്ങനെ പറയണമായിരുന്നു എന്നുള്ളത് leave that. Okay, because you will still repeat the same thing. അങ്ങനെയാണ് it's not about you there. It's not about me or it's not about that child there. It's about the parent there. A parent or narcissistic individual എന്നുള്ളതാണ്. അവിടെ
അതായത് നമ്മളെക്കാൾ 10 ടൈംസ് സ്മാർട്ട് ആയിരിക്കും അവർ. നമ്മൾ എന്ത് ഫീൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ദേ നോ. സോ ഡോണ്ട് ട്രൈ ടു ഔട്ട് സ്മാർട്ട് ദം, യു വിൽ നെവർ വിൻ. സോ ഔട്ട് സ്മാർട്ട്, അതായത് ഇന്ന് ഞാൻ അവരോട് പാഠം പഠിപ്പിക്കും, ഇനി ഒരു ലെസൺ പഠിപ്പിച്ചേ പറ്റുള്ളൂ, ശരിയാക്കി തരാം എന്ന് ആ ഒരു മൈൻഡ് സെറ്റോട് കഴിഞ്ഞ് തോറ്റു പോകും. സോ slowly, take it slowly, but step by step with guidance. Okay. If you're struggling, it is important that you need to work with ഏതെങ്കിലും ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് ഫീൽ ആവും. എസ്പെഷ്യലി ചിലപ്പോൾ ഒറ്റ സിംഗിൾ ചൈൽഡൊക്കെ ആണെങ്കിൽ, ഈവൻ ഇഫ് വെൻ ദേ റിയലൈസ് നാർസിസിസ്റ്റിക് പേരൻ്റ് ആണെന്നുള്ളത് അത് റിയലൈസ് ചെയ്യുന്നത് ചിലപ്പോൾ അഡൾട്ടായിട്ടായിരിക്കും. പിന്നെ ടു കട്ട് ഓഫ് ദം ആരാ അവർക്കുള്ളത്? ദർ ഇസ് നോ ബഡി എൽസ്. ബിക്കോസ് എൻ്റെ ലൈഫിൽ എനിക്ക് പേരൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക. യു നീഡ് ടു ഹാവ് സംബഡി ഹു ക്യാൻ കൗണ്ട് ഓൺ. ഓക്കെ, ഇതാണ് എന്നുള്ളത്, ഞാൻ ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു, ദിസ് ഇസ് വാട്ട് ഐ നീഡ് സപ്പോർട്ട് എന്നുള്ളത്. എൻഗേജ് വിത്ത് അതർ aspects of your life. That can help a lot. നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ആൾക്കുണ്ടായിരുന്ന ഒരു നാർസിസിസ്റ്റ് പേരൻ്റാണ്. ആക്ച്വലി ആള് കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നതും അതേ പാറ്റേണിലാണ്. ഷീ ഈസ് നോട്ട് റിയലൈസിങ് ദാറ്റ്. അപ്പം നമ്മളൊരു കോൺവെർസേഷനിൽ ഇങ്ങനെ ഇരുന്നിട്ട്, അപ്പോൾ ആക്ച്വലി ഇപ്പം കുട്ടികളോട് ഈ ചെയ്തുകൊണ്ടിരുന്നതും മുന്നേ പേരൻസ് ചെയ്തത് തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് ചോദിക്കുമ്പോഴാണ് ഷീ സ്റ്റാർട്ടഡ് റിഫ്ലക്റ്റിംഗ്. അപ്പം അങ്ങനെ ഒരു പാറ്റേൺ വരാനുള്ള സാധ്യത ഹയർ ആണോ? ഉണ്ട്. കാരണം അത് നാർസിസിസ്റ്റിക് പേരൻറ്റിൻ്റെ കുഞ്ഞുങ്ങൾ നാർസിസിസ്റ്റ് ആവണമെന്നില്ല. അതായത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേരൻസിൻ്റെ കുഞ്ഞുങ്ങൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ദേ വിൽ ഹാവ് ദ ട്രേറ്റ്സ്. ഓക്കെ, ആ ട്രേറ്റ്സ് ചിലപ്പോൾ 1 out of 10 ആയിരിക്കും, 2 out of 10 ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 8 out of 10 ആയിരിക്കും. അത് റിയലൈസ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് അവരെ സംബന്ധിച്ച് ആ കുഞ്ഞ് കണ്ട് വളർന്നതാണ് ഇതൊരു നോർമൽ. ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഡെസിഷൻ എടുക്കുമ്പോൾ എന്ത് ആ കുഞ്ഞ് കണ്ടു വളർന്നു, അതാണ് മോഡൽ ആൻഡ് ബ്ലൂ പ്രിൻറ്റ്. അതാണ് ആ ബ്ലൂ പ്രിൻറ്റും ബേസ് ചെയ്തിട്ടാണ് ഞാൻ പേരൻ്റ് ആകുമ്പോൾ ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കത് ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാവും എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓക്കെ, ആർ വി ഡൂയിങ് ഇറ്റ് റൈറ്റ്? ഓക്കെ, ബിക്കോസ് നമ്മളുടെ ഏറ്റവും റിഫ്ലക്ഷൻ എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് കുഞ്ഞുങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ സേഫ് ആണെന്ന് തോന്നില്ല, അവർ ഒരുപാട് നുണ പറയുന്നു, അങ്ങനെ എൻഗേജ് ചെയ്യുന്ന പേരൻസാണ്. അങ്ങനെയാണ് ഒരുപാട് പേര് വരുന്നത് നമ്മുടെ അടുത്ത്. സോ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്, ഓക്കെ, ഞാൻ എന്ത് കണ്ടോ അത് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതൊരു ഭയങ്കര പെയിൻഫുൾ റിയലൈസേഷൻ ആയിരിക്കും അത്. അവിടെ ഒരുപാട് പേരൻസ് ദേ ബ്രേക്ക് ഡൗൺ. ഓക്കെ, പക്ഷേ ആ ബ്രേക്ക് ഡൗൺ ഈസ് എ ഗുഡ് സൈൻ. ഇഫ് ദർ ഏബിൾ ടു ബ്രേക്ക് ഡൗൺ, ഇഫ് ദർ ഏബിൾ ടു ഉള്ളിലോട്ട് നോക്കി കഴിയുമ്പോൾ പിന്നെ ഐ ഹാവ് സീൻ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്സ് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു സെക്കൻഡ് ഇന്നിങ്സ് എന്നുള്ള പേരൻറ്റിങ് എന്നുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ടു വിറ്റ്നസ് ദാറ്റ്, അത് ഒരു ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക്. അത് പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേരുടെ ലൈഫിലുള്ള നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കാണാറുണ്ട്. ഇപ്പോൾ ചിലരുടെ കേസിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ നമുക്കത് ചിലപ്പം പറ്റാറില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഒത്തിരി പേരെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ആസ് എ തെറാപ്പിസ്റ്റ് എങ്ങനെയുണ്ട് ആ ഒരു ലൈഫ്? ബിക്കോസ് ഒരുപാട് കുട്ടികളാണെങ്കിലും ഇപ്പോൾ സൈക്കോളജി എനിക്ക് പഠിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വരുന്നുണ്ട്. അവരോട് എന്താ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ നിന്നുള്ള അഡ്വൈസ്? ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ചൈൽഡ്ഹുഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു റിലേഷൻഷിപ്പ്, ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ പാർട്ട്ണറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജി പഠിച്ചു തുടങ്ങിയത്. ഇപ്പം എനിക്ക് ഐ വോണ്ട് ടു പ്രൊസീഡ് ദാറ്റ് എന്നുള്ളത്. അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് മനസ്സിലാക്കാൻ വേണ്ടി, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി സൈക്കോളജി പഠിച്ചു തുടങ്ങുന്നത് ഇറ്റ്സ് ഓക്കെ. പക്ഷേ അത് പ്രൊഫഷനായിട്ട് എടുക്കുമ്പോൾ നമ്മളുടെ ഇന്നർ വർക്ക് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ സിലബസിൽ അത് റീഇൻഫോഴ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഡോണ്ട് നോ, ഐ ഷുഡ് ബി സേയിങ് ഇറ്റ് ഔട്ട് ലൗഡ്. ഒരുപാട് നല്ല തെറപ്പിസ്റ്റും ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ നല്ലതല്ലാത്ത തെറപ്പിസ്റ്റുകളും ഉണ്ട് ഇവിടെ. ഞാൻ ഏറ്റവും കൂടുതൽ ഡീല് ചെയ്യുന്നതും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൽ നിന്ന് ട്രോമറ്റൈസ്ഡ് ആയിട്ട് വരുന്ന ക്ലയൻസ് ആണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ ആർക്കെങ്കിലും സൈക്കോളജി അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബി വില്ലിങ് ടു ഡു യുവർ ഇൻറ്റേർണൽ വർക്ക്. എൻ്റെ വാല്യൂസ് സിസ്റ്റം എന്താണ്, എൻ്റെ കണ്ടീഷനിങ് എന്ന് മനസ്സിലാക്കുക. അത് ഞാൻ എൻ്റെ വർക്കിലോട്ട് കൊണ്ടുവരരുത്. ആ തെറ്റ് പറ്റി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അക്നോളജ് ചെയ്യാൻ മടിക്കരുത്. കാരണം എനിക്കറിയാം ഐ ഹാവ് ഡൺ മിസ്റ്റേക്സ് ഇൻ മൈ പാസ്റ്റ് എന്നുള്ളത്. ചിലപ്പോൾ ബിഗിനറായിട്ട് ചിലപ്പോൾ 10 years ബാക്കൊക്കെ ഞാൻ ഇന്ന് കാണുന്ന പോലെ അല്ല അന്ന് ഞാൻ ക്ലയൻസിനെ കണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊരു അക്നോളജ് ചെയ്യുക, അതായത് ഓക്കെ ഐ ഹാവ് ഡൺ ദിസ് എന്ന് മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു അപ്സ്കിൽ യുവർ സെൽഫ്. പിന്നെ
5 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഞാനൊരു ഡിഗ്രി എടുത്തു, ആ ഡിഗ്രി കൊണ്ട് ഞാൻ ഇരിക്കാൻ നോക്കരുത്. ഈ അപ്സ്കില്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രൊഫഷണലി അപ്സ്കില്ലിംഗ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് കോൺസ്റ്റൻ്റ്ലി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫീൽഡിൽ. പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണത്. ഈ നമ്മൾ എനി സർവീസ് ഇൻഡസ്ട്രി, എന്ത് തന്നെ ഫീൽഡ് ആയിക്കോട്ടെ, യു ഹാവ് ടു അപ്ഗ്രേഡ് യുവർ സെൽഫ് ബിക്കോസ് സിറ്റുവേഷൻസ് ചേഞ്ച് ആകുകയാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ യു വിൽ ബി ലാഗിങ് ബിഹൈൻഡ് ദെയർ. സോ അവിടെയാണ് ഒരുപാട് പ്രൊഫഷണൽസ്, ഞാൻ അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങനെ അഡമൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽസ് എനിക്കറിയാം. ഇനിയിപ്പോൾ ഇത്തിരി പഠിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ എപ്പോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാനാണെന്ന് കേൾക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഈസ്. യു ഷുഡ് ബി ലേണിംഗ് കണ്ടിന്യൂസ്ലി. യു ഷുഡ് ബി വില്ലിംഗ് ടു ഗ്രോ, ഇവോൾവ് കോൺസ്റ്റൻ്റ്ലി എന്നുള്ളത്. പിന്നെ എൻ്റെ ഓരോ കോഴ്സസും വന്നിരിക്കുന്നത് ഓരോ ഡിഫിക്കൽട്ട് ക്ലയൻസിൽ നിന്ന് തന്നെയാണ്. ഞാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് എന്നെക്കൊണ്ട് പറ്റണില്ല എന്ന് തോന്നുമ്പോഴാണ് ഞാൻ സൂപ്പർവിഷൻ എടുക്കുക. പിന്നെ സൂപ്പർവിഷൻ ഈസ് വൺ ഓഫ് ദ മേജർ തിങ് നമ്മളുടെ ഇപ്പോൾ ഉള്ള പ്രൊഫഷണൽ മിസ് ചെയ്യുന്നത്. ഈവൻ ഇഫ് എനിക്കൊരു 10 ഇയേഴ്സോ 16 ഇയേഴ്സോ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്ലീസ്റ്റ് മാസത്തിലോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഫഷണലിൻ്റെ കൂടെ ഇരുന്ന് സൂപ്പർവിഷൻ എടുക്കുക എന്നുള്ളത് മസ്റ്റ് ആൻഡ് മാൻഡേറ്ററി ഫോർ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എക്സ്പെഷ്യലി. ബിക്കോസ് അങ്ങനെ ഒരു സൂപ്പർവിഷൻ്റെ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത്, ഓക്കെ, എൻ്റെ വർക്ക് ഈസ് ഗെറ്റിംഗ് എഫക്റ്റഡ് ബൈ മൈ പേഴ്സണൽ ലൈഫ് എന്നുള്ളത്. അപ്പോൾ അന്നാണ് എൻ്റെ രണ്ടാമത്തെ ടൈം ഞാൻ തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ പേഴ്സണൽ തെറപ്പി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഇടയ്ക്ക് നമ്മുടെ ഉള്ളിലോട്ട് നോക്കി ആൻഡ് വി ഓൾസോ ഹാവ് ടു കീപ് വർക്കിംഗ് ഓൺ അവർ സെൽസ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സംബഡി ഈസ് ട്രസ്റ്റിങ് യു ആൻഡ് വരികയാണ് നമ്മുടെ മുമ്പിലിരുന്ന്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് അവരോട് ചെയ്യുന്ന ജസ്റ്റിസ് അല്ല അത് ആക്ച്വലി. സോ പ്രസൻ്റ് ആയിട്ടിരിക്കുക ക്ലയൻറ്റ് എന്നുള്ളതൊക്കെ ഇറ്റ്സ് എ മേജർ തിങ്. പിന്നെ ഇഫ് യു തിങ്ക് ദാറ്റ് യു ഹാവ് എൻഡഡ് അപ്പ് വിത്ത് ദ റോങ് പേഴ്സൺ, പ്ലീസ് ചേഞ്ച്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ളൊരു സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോണ്ട് തിങ്ക് ദാറ്റ് അത് നിങ്ങളുടെ റിയാലിറ്റി. ജസ്റ്റ് ബിക്കോസ് ഞാൻ ഈ ആസ് എ തെറപ്പിസ്റ്റ് ഞാനിവിടെ ഇരുന്ന് പറയുകയാണ് യു ആർ നോട്ട് ലൈക്ക് ദിസ്, യു ഷുഡൻറ്റ് ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ ഡോണ്ട് ജസ്റ്റ് വെള്ളം തൊടാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യല്ലേ. യു ഹാവ് ടു ഹാവ് പെർമിഷൻ ടു ആസ്ക് ഹെൽത്തി ആർഗ്യുമെൻറ്റ്സിനുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കണം തെറപ്പിയിൽ. അങ്ങനെ ഒരു സ്പേസ് ഇല്ല. നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ബിലിറ്റിൽഡ് ആവുകയാണ്, കോൺസ്റ്റൻ്റ്ലി ജഡ്ജ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് എ പോസ് ദെയർ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ടും സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ആവുന്നില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ ചേഞ്ചിങ് ദ പ്രൊഫഷണൽസ്. നമ്മൾ പറയുന്ന പോലെ നമ്മുടെ വാല്യൂസും തെറാപ്പിസ്റ്റിന്റെ വാല്യൂസും അല്ലെങ്കിൽ ഒരു കോച്ചിന്റെ വാല്യൂസായിട്ട് അലൈൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ മൊമെന്റ്. ആ മൊമെന്റിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അത് ഒരുപാട് ആൾക്കാർക്ക്, കാരണം നമ്മൾ ഒരുപാട് വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളൊരാളുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ is the so-called qualified person when they totally dismiss, when they totally judge. വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും, വെരി സട്ടിലായിട്ടുള്ള സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. പക്ഷേ അവിടെ തീർന്നു ആ ഇൻഡിവിജ്വൽ. പിന്നെ ഒരാളുടെ മുമ്പിലേക്ക് പിന്നെ ഈ കാര്യങ്ങൾ പറയാനായിട്ട് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇറ്റ്സ് പെയിൻഫുൾ ടു സീ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ ആയിരുന്നു. അപ്പം നമുക്ക് ഇനി ഇതുപോലെ ഇരുന്ന് പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ കഴിയട്ടെ, ഒരുപാട് പേരെ ഹീൽ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു.